എന്നെ സംബന്ധിച്ചോളം സംഘപരിവാറിൻ്റെ അജണ്ട എന്താണ്, സംഘപരിവാർ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ അജണ്ട നോക്കലോ അവരുടെ പൊളിറ്റിക്കൽ നിലപാട് നോക്കലോ ഒന്നും എൻ്റെ പരിപാടിയല്ല. അതൊക്കെ അവരുടെ പരിപാടിയാണ്. അത് അവർ നോക്കിക്കോളും. BJPയുടെ ആയാലും സംഘപരിവാറിൻ്റെ ആയാലും അവർ നോക്കിക്കോളും. ഇപ്പോൾ ഞാനും ഒക്കെ ആദ്യകാലങ്ങളിൽ ഈ LDFനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര അടുക്കാൻ കൊള്ളാത്ത എന്തോ സംവിധാനം എന്ന് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ സംവിധാനത്തിനകത്ത് വന്നപ്പോൾ അത്തരമൊരു സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ ഈ 4.5 ലക്ഷം ആദിവാസികൾ ഈ മതത്തിൻ്റെ പേരിൽ ഒറ്റക്കെട്ടായി നിന്ന ഇവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ കൈമുത്താൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഈ മതത്തിൻ്റെ ഒരു പവറാണത്. ആ പവർ ഇല്ലാതെ പോയത് ഈ ജനതയ്ക്കാണ്. അതുകൊണ്ട് ആ പവർ അവർക്ക് ഉണ്ടാവണം. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അമ്മയാകാൻ പറ്റുമെന്ന് അത് എൻ്റെ ഒരു പുതിയ അനുഭവമാണ് ജീവിതത്തിൽ. ഞാൻ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ മോക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ബാക്കിയൊക്കെ കാര്യത്തിൽ. കേരളത്തിലെ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി പുനർവിതരണം ചെയ്ത സമരോത്സുകമായ ജീവിതം നയിച്ച CK ജാനുവാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. കുറച്ചു കാലമായി CK ജാനുവിനെ ഈ രംഗത്ത് കാണാനില്ല എന്നുള്ളൊരു തോന്നൽ കേരളത്തിനുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിലാണ് CK ജാനു എന്ന ആളിലേക്ക് ഞാൻ വിളിക്കുന്നത്. കുറച്ചു കാലമായിട്ട് CK ജാനു എന്ന പൊതുപ്രവർത്തക എവിടെ പോയി? CK ജാനു എന്ന പൊതുപ്രവർത്തക ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. CK ജാനുവിന് ഈ പൊതുപ്രവർത്തന രംഗത്തുനിന്ന് അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാം മനുഷ്യ സഹജമാണ്. അപ്പോൾ ചില സമയത്ത് ലൈവായിട്ട് നിൽക്കും, ചില സമയത്ത് ലൈവായിട്ട് നിൽക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 10-40 വർഷത്തോളം ലൈവിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റവും അതിതൊക്കെ ഉണ്ടാവും. അതേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നിലവിൽ കുറേയധികം രാഷ്ട്രീയ വിഷയങ്ങൾ, കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു സാഹചര്യത്തിൽ CK ജാനുവിനെ പോലെ ഒരാൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തോന്നുന്നുണ്ടല്ലോ മനസ്സിൽ. എല്ലാ ആളുകൾക്കും ഉണ്ട് CK ജാനു എവിടെ പോയി, ഇപ്പം കുറച്ച് നാളായിട്ട് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമായിട്ട് ഞാനത് ചോദിക്കുന്നത്. എന്താണ് പറ്റിയത്? അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളാണോ അതിന് കാരണമായത്? ഈ മീഡിയയുടെ മുമ്പിൽ എപ്പോഴും വരുന്നില്ല എന്നേ ഉള്ളൂ. ലൈവിൽ നിന്നൊന്നും ശരിക്കും ഞാൻ പുറകോട്ട് പോയില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ഈ കൊറോണ ഒരു 2 വർഷക്കാലത്തെ ഒരു വലിയ ബ്രേക്കായിരുന്നു ശരിക്കും നമുക്ക് ഉണ്ടായിരുന്നത്. ആ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധിച്ച് കുറേ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അത് പൂർത്തിയാക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആത്മകഥയൊക്കെ തയ്യാറാക്കി ആ പുസ്തകത്തിന് വേണ്ടി എനിക്ക് കുറേ സമയം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ പിന്നെ അതവിടെ നിൽക്കും, അതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കുറേ സമയം എനിക്ക് വേണ്ടി വന്നു, അത് ഞാൻ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ ലൈവിലേക്ക് വന്നിട്ടുണ്ട്. വയനാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നതെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെയൊക്കെ കാണുന്നത്? സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെയാണ് ജാനുവിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കാണുന്നത്. ഇല്ല, ഇപ്പോൾ വന്യമൃഗങ്ങളുടെ പ്രശ്നം കുറേ കാലമായിട്ട് വയനാട്ടിൽ സജീവമായിട്ട് നിൽക്കുന്നതാണ്. അത് ഇപ്പോൾ കാടുകളിൽ ശരിക്കും പാരമ്പര്യമായിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനിരുന്ന അവരുടെ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ തന്നെ കാട്ടിൽ അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ കാടിൻ്റെ സന്തുലനാവസ്ഥ തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടുണ്ട്. അതിപ്പോൾ യൂക്കാലി, അക്കേഷ്യ, ഇങ്ങനെ തേക്ക് തുടങ്ങിയിട്ടുള്ള ഇത്തരം മോണോകൾച്ചർ രീതിയിലുള്ള ഒരു കൃഷി രീതി അത് എല്ലാ ജീവജാലങ്ങളെയും മണ്ണിനെയും മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത്. ഇപ്പോൾ ഓരോ കാലഘട്ടം കൂടി വരുമ്പോഴും ഇനി ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. അപ്പോൾ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം. ഇപ്പോൾ ആദിവാസികളുടെ ഇടയിൽ ഇപ്പോൾ ഈ കാടുമായിട്ട് ചേർന്ന് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ആദിവാസിയായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ആദിവാസികളുടെ ഇടയിൽ നിരന്തരമായിട്ട് ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ശരിക്കും അങ്ങനെ ഒരു വലിയ വാർത്ത എന്നുള്ള നിലയിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ആദിവാസി അല്ലാത്ത പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരാൾക്ക് അങ്ങനെ ഒരു ജീവഹാനി ഉണ്ടാവുമ്പോഴാണ് അത് എല്ലാ മീഡിയ ആയാലും
മീഡിയയെ പോലും ഞാൻ പറയാം, മീഡിയ പോലും അത് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോഴാണ്. ആദിവാസി പോലുള്ള ഒരാൾ അങ്ങനെ മരണപ്പെടുമ്പോൾ അത് മീഡിയ പോലും ഫോക്കസ് ചെയ്യാറില്ല. അത് ഇപ്പോൾ എനിക്ക് തന്നെ പല കാര്യങ്ങളും കൃത്യമായിട്ട് അതറിയാം. അപ്പോൾ ഈ ഒരു വിവാദത്തിന് ഇപ്പോൾ ഞാനവിടെ ആദിവാസിന്നോ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ശരിക്കും മനുഷ്യർക്ക് എല്ലാവർക്കും ജീവഹാനി ഉണ്ടാവരുത്, അതിലെല്ലാ വിഭാഗം മനുഷ്യരും പെടും. അപ്പോൾ അത് ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കാണാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. ഇപ്പോൾ ഇതിനൊക്കെ എന്നേക്കുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, ശരിക്കും ഇല്ലാതെയല്ല. ആ സൊല്യൂഷൻ ഭരണാധികാരികളെ പോലുള്ള ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നമൊക്കെ ഭയങ്കര രൂക്ഷമാവുന്നത്. ഇപ്പോൾ കാടിൻ്റെ അവസ്ഥ വല്ലാത്തൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോണോകൾച്ചർ രീതിയിലുള്ള സാധനങ്ങൾ കാടിനകത്തുള്ളത് കൊണ്ട് പാരമ്പര്യമായിട്ട് കാടിനകത്ത് ഉണ്ടാവുന്ന ഒരു വിഭവങ്ങളും ഭക്ഷ്യവിഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത ദൗർബല്യം ഈ മൃഗങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അവർ വിശക്കുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. നാട്ടിലിറങ്ങി വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുണ്ടാക്കിയ വിഭവത്തെ നമ്മളതിനെ എതിർത്ത് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കെതിരെ അവരുടെ ആക്രമണം ഉണ്ടാവും. അത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ശരിക്കും ഗവൺമെൻറ്റിന് അതിന് എന്നത്തേക്കുമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഈ മൃഗങ്ങൾ വരുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ മതിലുകൾ കെട്ടി ആനമതിൽ സ്ഥാപിച്ച് അതിനൊരു ഷോക്ക് ലൈനും കൂടെ അതിനോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മൃഗങ്ങൾ പിന്നെ ഈ ആളുകളുള്ള പ്രദേശങ്ങളിലേക്ക് വരില്ല. അപ്പോൾ ആളുകളുടെ ജീവനും സ്വത്തിനും അവരുടെ വിഭവങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും അതിലൂടെ. അപ്പോൾ ആ ഒരു പദ്ധതി ചെയ്താൽ മതി. ഇത് എല്ലാ സംഭവങ്ങളും വരുമ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ ആയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ മേഖലയിലൊന്നും അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ലെന്നാണോ പറയുന്നത്? ഒരു സംവിധാനവും ഇല്ല. ഇപ്പോൾ കാടുകളിൽ നിന്ന് ആൾ താമസമുള്ള സ്ഥലത്തേക്ക് ആന സാധാരണ പോലെ വരികയാണ് ചെയ്യുന്നത്. ആനേനെ വരുത്താതിരിക്കാനുള്ള ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അത് അവിടത്തേക്ക് വേണ്ടി ഇപ്പോൾ കൊല്ലം ഇതിനു വേണ്ടി പ്രോജക്റ്റ് തയ്യാറാക്കുന്ന നേരത്തിന് ഒരു പ്രാവശ്യം ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്ന ഒരു പദ്ധതി പ്ലാൻ ചെയ്താൽ പിന്നെ വർഷങ്ങളോളം ആ കാര്യത്തെക്കുറിച്ച് നോക്കേണ്ടതേ ഇല്ല. അതിനുവേണ്ടി എല്ലാ കൊല്ലവും ഫണ്ട് വിനിയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിരന്തരമായിട്ട് പരിഹാരം കാണുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കാത്തതാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു വിഷയം വലിയ രീതിയിൽ അല്ല, അത് എല്ലാവരും ശ്രമിക്കുമല്ലോ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞാലാണെങ്കിൽ വോട്ട് കിട്ടുമെങ്കിൽ എല്ലാവരും ആ കാര്യം പറയും. ഇത് വോട്ടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഇടപെടലും വാർത്തയാണ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ. ആ മരിച്ച ആളുടെ സംഭവം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള അർഹതയും പ്രാതിനിധ്യവും ഒരു മനുഷ്യനിപ്പോൾ എന്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും അയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ അയാൾ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു കരുതലും പ്രൊട്ടക്ഷനും ഒന്നും ഈ പണം കൊണ്ടൊന്നും കിട്ടില്ലല്ലോ ശരിക്കും. ആദിവാസികൾ എത്രയോ പേര് ഇതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു കണക്കെടുത്തോണ്ടിരിക്കുക. എത്ര ആദിവാസികളാണ് മൊത്തത്തിൽ മരിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളുടെ ഇടപെടൽ മൂലം എന്നുള്ളത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഇങ്ങനെ വാർത്തയാകാതിരിക്കുകയും ആദിവാസി അല്ലാത്ത ആളുകളുടെ വാർത്ത വരരുതെന്നല്ല, വാർത്ത വരണം, പരിഹാരവും അവർക്കുണ്ടാവണം. ഇനി മേലാൽ ഒരാളുടെ ജീവഹാനി അങ്ങനെ സംഭവിക്കരുത്, അതും ഉണ്ടാവരുത്. പക്ഷേ അത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഇത് ബാധകമാകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു നിലപാടും നമ്മൾക്കുണ്ടാവണം. ഈ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് CK ജാനു ഇന്ത്യയിലേക്ക് പോകുന്നു. എല്ലാവർക്കും അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു. പൊതുവെ കേരള സമൂഹം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ്. പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വിവാദങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും രണ്ടാമത് 2 വർഷം മുമ്പ് വീണ്ടും ഇന്ത്യയുടെ ഭാഗമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, ഇന്ത്യക്കൊപ്പമാണോ? ഞങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ LDF ആണ് ഫസ്റ്റ് പരിഗണിക്കേണ്ട ഒരു പ്രസ്ഥാനം. രണ്ടാമതാണ് UDF പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് വരുന്നത്. കേരളത്തിലുള്ള ഈ 2 മുന്നണിയും കേരളത്തിലെ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ഒരു മുന്നണിയായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ അവർ കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒരു മുന്നണിയായിട്ട് വരേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ പരിഗണിക്കാതിരുന്ന എവിടെയാണ് പരിഗണിക്കുന്നത് അവിടെ അവർ പോവും. അത് അവരുടെ തെറ്റല്ല ശരിക്കും. ഇത്തരം ആളുകളുടെ ഈ ആളുകളോടുള്ള ബിരുദ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ വേറെ ഒരു ചേരിയിലേക്ക് പോകുന്നത്. ഒരു സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവർ തന്നെയാണ്.
ഇവർ പരിഗണിച്ചില്ലെങ്കിൽ പരിഗണിച്ചായിരുന്നെങ്കിൽ പോവില്ലായിരുന്നല്ലോ ശരിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മാത്രം ഇത് വലിയൊരു വിവാദമാണെന്ന് എന്തിനാ പറയുന്നത്? ഈ ആളുകളെ പരിഗണിക്കാനോ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ആളുകൾ മിണ്ടാതിരിക്കണം. അതിനുള്ളൊരു മാന്യതയെങ്കിലും കാണിക്കണം, മിണ്ടാതിരിക്കാനുള്ള മാന്യതയെങ്കിലും പാലിക്കണം. അതിപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണ് പരിഹരിക്കാൻ സാധ്യത തേടുന്ന സ്ഥലത്തേക്ക് അവർ പോകും. അങ്ങനെ പോകുമ്പോൾ അവരെ പോകാൻ അനുവദിക്കണം. എപ്പോഴും ഈ അടിമ മനോഭാവത്തിൽ നമ്മളുടെ കാൽക്കീഴിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു മനോഭാവത്തിലല്ല ശരിക്കും വരേണ്ടത്. ഇപ്പോൾ NDA പോലെയുള്ള ഒരു മുന്നണിയിലേക്ക് ഞാൻ വരികയും അതിൻ്റെ ഒപ്പം ഇപ്പോഴും അതിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ UDF LDF പരാജയപ്പെട്ടു. അവരത് പരിഗണിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് പരിഗണിക്കാനുള്ള സാധ്യതയുള്ള അത് നമ്മൾ നോക്കും. അത് സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നു. CK ജാനു മാത്രം ഒരു നിലപാടെടുക്കുമ്പോൾ അത് ലോകത്തില്ലാത്ത വലിയ കുറ്റമാവുന്ന എന്തിനാണ്? ഇപ്പോൾ എല്ലാവരും അതിനകത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ആ ചേച്ചി ഇപ്പോൾ ഡയറക്ടർ പോയി. ഞാൻ ഡയറക്ടറൊന്നും പോയിട്ടില്ല, ഞാൻ മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. മുന്നണി എന്നുള്ള നിലയിൽ അവരൊക്കെ ഡയറക്ടർ പോയി. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നത് CK ജാനു മാത്രം പോകുന്നത് കേരളത്തിന് വലിയ പ്രശ്നമാണെന്ന് പറയുന്നിടത്താണ് അവിടെ ആ മനോഭാവത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ബാക്കി എല്ലാവർക്കും എങ്ങനെ വേണേലും പോകാം. അവരുടെ ജീവിതത്തിനോ അവരുടെ നിലപാടിനോ അവരുടെ സംരംഭം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും പോകാം. CK ജാനുവിന് മാത്രം പോയിക്കൂടാന്ന് പറയുന്നത് അതൊരു അകറ്റി നിർത്തലിൻ്റെ അയിത്തത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളൊന്നും ഇത്തരം അവസരത്തിലേക്ക് വരരുത് എന്നുള്ള ആ മാടമ്പി മനോഭാവം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പിലും എങ്ങനെയാണ് NDAക്കൊപ്പം നിന്ന് തുടങ്ങിയോ? NDAക്കൊപ്പം തന്നെ നിൽക്കും, പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അത് ചെയ്യണമല്ലോ. CK ജാനുവിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDFനൊപ്പം നിൽക്കുമ്പോഴും UDFനൊപ്പം നിൽക്കുമ്പോഴും ഞങ്ങളെ ചേർത്ത് നിർത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്, അവർ ഞങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാത്തത് എന്നൊക്കെ പറയുമ്പോഴേ ഈ അവർ തരുന്നൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ ജാനു എപ്പോഴും എടുത്തു പറയുന്നത്. എനിക്കൊരു സ്പേസ് അവർ തരുന്നുണ്ട്, ആ സ്പേസിന്റെ രാഷ്ട്രീയമാണ് എപ്പോഴും സംസാരിക്കാറ്. ഇങ്ങനെ ഒരു സ്പേസിന്റെ രാഷ്ട്രീയം മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായി NDA ഉപയോഗിക്കുന്നു, നിങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആ സ്പേസ് തന്നുകൊണ്ട് മറ്റൊരു തരത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്, അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന രീതി കൊണ്ടുവന്ന് ആളുകളെ ആ തരത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്, അത് നമുക്കറിയാലോ. മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, അത് ഞങ്ങൾ ചെയ്യണം. അത് അവർ ചൂസ് ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മുന്നണി എന്നുള്ള നിലയിലുള്ള മര്യാദ പരിഗണന നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ആളുകൾ മൊത്തം ഇങ്ങനെ ചൂസ് ചെയ്യാണ്, അതുകൊണ്ട് അവരോട് നിലപാടെടുക്കരുത്, അപ്പോൾ കാലങ്ങളായിട്ട് ഇങ്ങനെ അടിമകളായിട്ട് നിന്നോണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ ആളുകൾ ഈ കാലഘട്ടവും സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ച് ആളുകളുടെ ഇടയിൽ മാനസികമായിട്ടുള്ള പരിവർത്തനവും നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് തടയിടാനൊന്നും പറ്റില്ല. അങ്ങനെ അത്തരം പരിവർത്തനത്തിലേക്ക് വരാത്തത് അടിമ മനോഭാവത്തിൽ ഉറച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അത് അവരും കൂടെ പരിവർത്തനപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ചേർത്ത് നിർത്തലുണ്ടല്ലോ, ആ ചേർത്ത് നിർത്തൽ യഥാർത്ഥത്തിൽ CK ജാനു എന്ന വ്യക്തി ആ ചേർത്ത് നിർത്തലിനെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ NDAയുടെ ഒപ്പം നിൽക്കുന്നത്? അതെ, ആ കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല. ഇപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, ഒരു നിലപാടുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് എപ്പോഴും അതിനനുസരിച്ച് കൂടെ നിൽക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനത്തെ ഒരു മനോഭാവമല്ല. നിങ്ങൾക്കത് ഈ കാലങ്ങളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടും തീരുമാനവും വ്യക്തിത്വവും ഒക്കെ നമുക്കുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാവും. അതാണ് ഒരു പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ 1947 നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം ഇത്രയും വർഷമായിട്ട് കേരളത്തിലുള്ള പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ, ഈ രണ്ട് വിഭാഗവും
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കാതെ അവർ പറയുന്നിടത്തൊക്കെ വോട്ട് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാവരും അത് ചെയ്തവര്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രാവശ്യം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ആളുകൾ അത്രയും മാറി നിന്നിട്ടില്ല. ആ കൂടെ തന്നെ നിന്ന് അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂലി പോലും വാങ്ങാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒരു അജണ്ട ഉണ്ടായില്ലേ ഈ നൂറ്റാണ്ടുകളായിട്ടും? കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് വേണ്ടി ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്തുകൊണ്ട് ഈ നൂറ്റാണ്ടുകളായിട്ട് ഇല്ലാതെ പോയി? അതുണ്ടാവണ്ടേ? ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിനും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. ഈ അജണ്ട ചർച്ച ചെയ്ത് അതിനനുസരിച്ചാണ് അവരുടെ മുഴുവൻ വികസന സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തിന് അത് ഈ നൂറ്റാണ്ടുകളായിട്ടും ഇല്ല. അതുണ്ടാവണം. നമ്മൾ മുന്നണിയായിട്ട് വന്നാലേ ഉണ്ടാവെങ്കിൽ ഞങ്ങൾ ആ മുന്നണിയാവും. അത് ഏത് പൊളിറ്റിക്കൽ വിഭാഗമാണ് നമ്മളെ മുന്നണിയായിട്ട് സ്വീകരിക്കുന്നത് അതിനോടൊപ്പം നമ്മൾ നിൽക്കും. ഇത് ഇപ്പോൾ സി കെ ജാനുവിന് വ്യക്തിപരമായിട്ട് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മാത്രം രക്ഷപ്പെടുക, ആ ഒരു മനോഭാവത്തിലൊന്നല്ല ഇത്തരം നിലപാടും തീരുമാനവും എടുക്കുന്നത്. ഈ ഏറ്റവും താഴെത്തട്ടിൽ അകറ്റി നിർത്തപ്പെട്ട, അയിത്തം കൽപ്പിച്ച, അടിമകളാക്കപ്പെട്ട ഈ ജനാധിപത്യത്തിൻ്റെ വക്താക്കളാക്കി അവർ മാറണം. അത് മാറണമെങ്കിൽ ഇതാ വഴിയുള്ളെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് എന്താ തെറ്റ്? അത് സ്വീകരിക്കാൻ പരാജയപ്പെട്ട ഇവരോട് വർത്താനം പറയുന്നതിനെക്കാട്ടും നല്ലത് മിണ്ടാതിരിക്കുന്നതല്ലേ? അങ്ങനെ സ്വീകരിക്കുന്ന സംഭവത്തിൽ നിന്ന് പരാജയപ്പെട്ട ആളുകളോട്. ഇത് ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ സംവിധാനമൊന്നും ഇപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് അത് അറിയില്ല എന്ന് ഇവർ വിചാരിക്കുന്ന അവരുടെ അടിമ മനോഭാവം കൊണ്ടാണ്. ആ അടിമ മനോഭാവം മാറ്റാത്തടത്തോളം കാലം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വർത്താനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനൊക്കെ പറയുന്നത്. വിവാദങ്ങളൊക്കെ ഉണ്ടാവട്ടെ വിവാദം. ഇപ്പം ഞാനൊക്കെ ഈ പൊതുരംഗത്ത് എപ്പോൾ വന്നിട്ടുണ്ടോ അന്ന് തൊട്ട് ഇന്ന് വരെയും വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് എനിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കട്ടെ അത്തരം വിവാദങ്ങളൊക്കെ. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെ എല്ലാം കൂടെ ഒതുക്കി ഒരു മൂലക്കിരുത്ത എന്നുള്ള അവരുടെ ഉദ്ദേശ അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്നതെന്ന് ഇവർ പറയുമ്പോഴേ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിനെ മറികടന്ന് രംഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. അവരുടെ ആശയം നടപ്പിലാക്കാൻ നിൽക്കാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ വരണ്ടേ? എന്തുകൊണ്ടത് വരുന്നില്ല? ഇപ്പോൾ എന്നെ വ്യക്തിപരമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട, സി കെ ജാനുവിനെ വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യേ വേണ്ട, എനിക്കൊരു സംവിധാനവും ചെയ്തു തരണ്ട. പക്ഷേ ഞാൻ ഈ കാലം അത്രയും ചെയ്തത് എൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല. ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ പങ്കാളികളാക്കാൻ ഒപ്പം നിൽക്കുന്ന ആളായിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ ഇവിടുത്തെ UDF LDF പാടെ പരാജയപ്പെട്ട് മുട്ടുകുത്തി നടത്തുന്നതാണ് നമ്മൾ രണ്ടാമതും തുടങ്ങുന്നത്. സി കെ ജാനുവിൽ ഒരു സംഘപരിവാറുകാരി ഉണ്ടോ എന്ന് ഒരു സംശയം ചോദിക്കുക. അങ്ങനെ ഉണ്ടോ ഒരു സംഘപരിവാറുകാരി? എന്നെ സംബന്ധിച്ചോളം സംഘപരിവാറിന്റെ അജണ്ട എന്താണ്, സംഘപരിവാർ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഈ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ അജണ്ട നോക്കലോ അവരുടെ പൊളിറ്റിക്കൽ നിലപാട് നോക്കലോ ഒന്നും എൻ്റെ പരിപാടിയല്ല. അതൊക്കെ അവരുടെ പരിപാടിയാണ്. അത് അവർ നോക്കിക്കോളും. BJPയുടെ ആയാലും സംഘപരിവാറിൻ്റെ ആയാലും അവർ നോക്കിക്കോളും. എൻ്റെ പൊളിറ്റിക്സും എൻ്റെ അജണ്ടയും പ്രാവർത്തികമാക്കാനുള്ള ഇടം എവിടെ അത് ഞാൻ സ്വീകരിക്കും. അതിന് ആരായാലും സ്വീകരിക്കും. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യില്ല ആ കാര്യത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിൽ സംഘപരിവാർ മൊത്തം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദം നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും ഒക്കെ ആദ്യകാലങ്ങളിൽ ഈ LDFനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര അടുക്കാൻ കൊള്ളാത്ത എന്തോ സംവിധാനം എന്ന് അങ്ങനെ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ സംവിധാനത്തിനകത്ത് വന്നപ്പോൾ അത്തരം ഒരു സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ കേരളത്തിൽ UDF LDF മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. BJPയോ സംഘപരിവാറോ പോലെയുള്ള ഒരു സംവിധാനം ഈ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ ശക്തമായിട്ട് അത് വന്നിട്ടുണ്ട്. ഇത് വന്നത് അമേരിക്കയിലോ ജർമ്മനിന്നോ ഒറീസയിലോ മഹാരാഷ്ട്രയെന്നോ കൊണ്ട് ഇറക്കിയ ആളുകളൊന്നല്ല. ഈ UDFലും LDFലും ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇത് ശക്തി പ്രാപിക്കുന്നതും അതിൻ്റെ സംവിധാനമാവുന്നതൊക്കെ ഈ ആളുകൾ തന്നെയാണ്. അതിനെന്താ ഇവർക്ക് മറുപടി പറയാനുള്ളത്?
CK ജാനുവിനെതിരെ വാതോരാതെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഈ സംവിധാനം എന്താ അവർ കാണുന്നില്ലേ? അവർ ഈ കേരളത്തിലല്ലേ ഉള്ളത്? അതിന് മറുപടി അവർ പറയണ്ടേ? എന്താ പറയാത്തത്? ഒരു ആദിവാസി സ്ത്രീ ഒരു നിലപാടെടുത്ത് അതിനെതിരെ ആർക്കും കുതിര കയറാം. അതും ഈ അവഗണനേൻ്റെ അകറ്റി നിർത്തലിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വർത്താനം പോലും വരുന്നത്. അങ്ങനെയല്ലേ ശരിക്കും? നമുക്കിപ്പോൾ ഓരോന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളുകൾ ഡൽഹിയിൽ ഭരണം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ ബഹുമാന്യനായിട്ടുള്ള AK ആന്റണി, അയാളുടെ മോൻ BJPയിൽ പോയി ടിക്കറ്റ് എടുത്തില്ലേ? ഇതാ ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു അനിൽ ആന്റണി. എന്താ ആളുകൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അതിനെക്കുറിച്ച് പറയാൻ അഭിപ്രായമില്ലേ? ഇപ്പോൾ അതാ പത്മനജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഡയറക്ടർ, ഈ രണ്ട് വിഷയം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ഇപ്പോ ഞാൻ ഇതിന്റെ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യാത്രയിൽ കാസർഗോഡ് അതിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായി. ഞാൻ NDA ഉള്ളതുകൊണ്ട് എനിക്ക് പോകണം. ഞാൻ പോയിട്ടുണ്ടായി ആ ഉദ്ഘാടനത്തിന്. അവിടെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറി ഡയറക്ടർ വന്ന് BJPയിൽ ചേർന്നു. കാസർഗോഡുള്ള ഡയറക്ടർ വന്ന് ചേർന്നത്. അതിനെന്താ അവർ മറുപടി പറയാത്തത്? എന്താ പറയാത്തത്? CK ജാനു മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ അത് ലോകത്തിൽ പറ്റാത്ത ഒരു തെറ്റ്. ഇവരൊക്കെ പോകുമ്പോൾ അത് തെറ്റല്ല. ഇവരുടെ ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്കൽ പാഴഞ്ച നയം ഉണ്ടല്ലോ, അത് തകർത്തെറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു പോയി എന്നാണ് ഞാൻ പറയാം. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. അതായത് ദളിത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, ദളിതരെ ചേർത്ത് നിർത്തുന്നു എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് ഇപ്പം ദ്രൗപദി മുർമു ആയാലും രാംനാഥ് കോവിന്ദ് ആണെങ്കിലും ഇവരെയൊക്കെ ചേർത്ത് നിർത്തി പെട്ടെന്നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതിനു മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് BJPയുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ വരുമ്പോൾ CK ജാനു എന്നൊരു വ്യക്തിയിലേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ ജാനുവിനെ ചേർത്ത് നിർത്തുന്നതിലൂടെ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? BJP അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ BJPയുടെ ഒരു അജണ്ടയും എന്നെക്കുറിച്ച് പഠിക്കാനോ സംസാരിക്കാനോ അതിൽ ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല ധാർമ്മികമായിട്ടെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പോകാറേ ഇല്ല. അത്തരം കാര്യങ്ങൾ അതിന് മറുപടി പറയേണ്ടത് BJPയാണ്, ഞാനല്ല. ഈ ന്യൂനപക്ഷങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ? ഇപ്പോ ഈ കഴിഞ്ഞ കാലം അത്രയും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് UDF തന്നെയായിരുന്നല്ലോ. ഇപ്പൊ ഈ 10 വർഷമായിട്ടാണ് മോഡി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് UDF തന്നെയായിരുന്നു. ആ സമയത്ത് അവര് ജനങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ എവിടെയാണ് അടുപ്പിക്കുന്നത് അവിടത്തേക്ക് ആളുകൾ പോയി. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അകറ്റി നിർത്തപ്പെട്ട ഒരാളെ, ഇപ്പോൾ ദ്രൗപദി മുർമു ഒരു ആദിവാസി വനിതയാണ്. ഏറ്റവും അടിമപ്പെടുത്തിയ, അകറ്റി നിർത്തപ്പെട്ട, അയിത്തം കൽപ്പിച്ച ഒരു വിഭാഗത്തിലുള്ള ഒരാളെ അവർ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു. അത് മോശമാണെന്നൊന്നും ഞാൻ പറയില്ല, നല്ല കാര്യം തന്നെ അങ്ങനെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അവരെ പ്രസിഡന്റായിട്ട് കൊണ്ടുവരുമ്പോൾ ഈ വിഭാഗത്തിലെ ആളുകൾ അവരുടെ ഒപ്പം നിൽക്കുമെന്ന് BJP വിചാരിച്ചാൽ എന്താ തെറ്റ്? അതേ സാധനം ഇവർക്കും വിചാരിക്കാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് വിചാരിച്ചില്ല? അതിനു മുമ്പ് ഭരിച്ച ആളുകൾക്കും അത് വിചാരിക്കാമായിരുന്നല്ലോ. അവരെന്താ വിചാരിക്കാതെ പോയത്? ആ ഒരു സ്പേസിലാണ് ജാനു പ്രതീക്ഷിക്കുന്നത്. NDA ഇത്ര കാലത്ത്, ഈ കുറച്ചു കാലമായല്ലോ NDA ഒപ്പം സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, ആദിവാസി മേഖലയ്ക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഇത്ര കാലത്തിനിടയിൽ NDA നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? മുൻ രാഷ്ട്രീയ കക്ഷികളൊന്നും തരാത്ത ഒരു കാര്യം എന്താണ് തന്നിരിക്കുന്നത്? ഇതുവരെയായിട്ടും മുന്നണി എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം പ്രാവർത്തികമാക്കാനോ തരാനോ അവർ ചെയ്തിട്ടില്ല. പക്ഷേ അത് അങ്ങനെ കിട്ടും, അങ്ങനെ ഒരു അംഗീകാരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എല്ലാ കക്ഷികളും വന്നു കയറുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്ന പ്രവണത നമ്മുടെ പൊളിറ്റിക് നിഘണ്ടുവിലേ ഇല്ല. അവർ കുറേ വർഷം അതിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CK ജാനു മാത്രം പോയി കയറുമ്പോൾ ഈ മൊത്തം സാധനം ഒരുമിച്ച് കിട്ടണം എന്നൊക്കെ പറയുന്നത് അത് വിവരക്കേടിൽ നിന്നാണ് പറയുന്നത്. അതങ്ങനെ ആരും ചെയ്യില്ല. എന്തായാലും മുന്നണി എന്നുള്ള നിലയിൽ കൂടെ നിർത്താൻ സന്നദ്ധരായവര് മുന്നണിയുടെ മര്യാദയും കൂടി അവര് ആവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ NDAയിൽ അവതരിപ്പിക്കാറുണ്ടോ? അവതരിപ്പിച്ചിട്ടുണ്ടോ? NDAയിൽ ഞങ്ങൾ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
അവതരിപ്പിക്കാൻ കിട്ടുന്ന പേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ആ കാര്യം. പരിഗണിക്കാം എന്നുള്ളൊരു മറുപടിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഈ ഗോത്ര മഹാസഭ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ഏകദേശം 21 വർഷത്തോളമായി അല്ലേ ഗോത്ര മഹാസഭയ്ക്കൊപ്പം CK ജാനു ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ ആ സംഘടന വലിയ രീതിയിൽ വികസിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. പ്രത്യേകിച്ച് CK ജാനുവിനെ പോലെ ഒരാൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ, NDA മാറുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് NDA ചേർന്ന് നിൽക്കാൻ പറ്റാത്ത കുറച്ച് മനസ്സുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ ആ 2 വിഭാഗം എന്നുള്ള രീതിയിലേക്ക് ഗോത്ര മഹാസഭയുടെ ഒരു യാത്ര മാറിപ്പോയോ? ഇല്ല, ഗോത്ര മഹാസഭയുടെ യാത്രയൊന്നും അങ്ങനെ മാറിപ്പോയിട്ടില്ല. ഈ ഗോത്ര മഹാസഭ ഉത്ഭവിക്കുന്ന അന്ന് പ്രസിഡന്റ് പോസ്റ്റിലിരിക്കുന്ന ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നു വരെ അത് മാറിയിട്ടില്ല. ഗോത്ര മഹാസഭയുടെ ആളുകൾ ഇപ്പോൾ ലൈവിലേക്ക് പല സ്ഥലത്തും വരുന്നില്ല. അത് ശരിക്കും ഗോത്ര മഹാസഭ എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പുണ്ടായിട്ടല്ല, അവരുടെ കുടുംബ പശ്ചാത്തലം കൂടെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഈ ഗോത്ര മഹാസഭയിലുള്ള മുഴുവൻ ആളുകളും നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകളാണ്. എല്ലാവർക്കും കുടുംബവും കുട്ടികളുടെ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓരോ കാലഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോണ്ടി വരും. അങ്ങനെയുള്ള ഒരു സംഭവം മാത്രമേ ഗോത്ര മഹാസഭയിലുള്ളൂ. 21 വർഷത്തിനുള്ളിൽ നിങ്ങൾ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ചെറിയൊരു കാലഘട്ടമല്ല 21 വർഷം എന്ന് പറയുന്നത്. ഒരു സംഘടനയോ ഒരു പൊളിറ്റിക്കൽ സംഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ജാതീയ സംഘടനയെ സംബന്ധിച്ചൊന്നും ഒരു ചെറിയ കാലഘട്ടമായി കണക്കാക്കാനേ പറ്റില്ല. ആ കാലഘട്ടത്തിനുള്ളിൽ ഗോത്ര മഹാസഭ എന്ത് നേടിയെന്നാണ് വിശ്വസിക്കുന്നത്? ഇല്ല, ഗോത്ര മഹാസഭ എൻ്റെ അഭിപ്രായത്തിൽ 100% വിജയം നേടി നിൽക്കുന്ന ഒരു സംഘടന ഗോത്ര മഹാസഭയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിലയിരുത്തലിൽ ഞാൻ അതിന് മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാൻ ഗോത്ര മഹാസഭയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി അതുകൊണ്ട് ഗോത്രസഭയെ അങ്ങനെ പറയണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും ഒരു കാര്യങ്ങൾ പറയാറുമില്ല. പക്ഷേ കേരളത്തിലെ 36 വിഭാഗ ആദിവാസികളെ ഗോത്ര മഹാസഭയിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ഓരോ സമയങ്ങളിൽ സാധ്യമായിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ഗോത്ര മഹാസഭ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇന്ന് ഗോത്ര മഹാസഭയുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 35,000-ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അവിടെ അത് എത്രമാത്രം പ്രയോജനപ്രദമാണ്, എത്ര സ്ഥലത്ത് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഗോത്ര മഹാസഭ കേരളത്തിൽ സമരം ചെയ്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ആദിവാസി ഉണ്ടെന്ന് പോലും അറിയുന്നത് മറ്റുള്ള ആളുകൾ. അല്ലെങ്കിൽ ആദിവാസികളെ കുറിച്ചേ അറിയില്ലായിരുന്നു. ഇപ്പോൾ ആദിവാസികൾ, ഞാൻ സ്വന്തമായിട്ട് ആദിവാസിയാണെന്ന് നെഞ്ചിൽ തൊട്ട് പറയുന്നത് ഗോത്ര മഹാസഭയുടെ ഇടപെടലും ഉണ്ടാകും. ഇപ്പോൾ ഓരോ സമരത്തിനകത്തും ഈ വിഭാഗത്തിന് ആരും സഹായിക്കാനില്ല, ഞങ്ങൾ സ്വന്തമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയിലൊക്കെ വരുന്നത് ഇതിൻ്റെ ഇടപെടലും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ചെറിയ സംഭവമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒട്ടനവധി കാര്യം ഗവൺമെൻറ്റുമായിട്ട് പല കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ അനുസരിച്ച് പല സ്ഥലത്ത് ആളുകളെ ഗവൺമെൻറ് എംപ്ലോയി ആയി പോലും കയറ്റുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മുഴുവൻ ആളുകൾക്കും അത് നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഗോത്ര മഹാസഭ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, വളരെയധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഞാൻ ചോദിക്കുകയാണ്, ഭൂരഹിതരായ ആദിവാസികൾക്ക് മുഴുവൻ ഭൂമിയും കിട്ടുന്നില്ല, ആ ഭൂമി പൂർണ്ണമായും ആ അർത്ഥത്തിൽ ഇപ്പോഴും എവിടെയും ഫലത്തിൽ വന്നിട്ടില്ല, ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഭൂരഹിതരായ ആദിവാസികളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു, കൈവശാവകാശ പ്രശ്നം മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു അല്ലേ? ഈ ഘട്ടത്തിലൊക്കെ എത്രമാത്രം സക്സസ്ഫുൾ ആണ്, എത്രമാത്രം വിജയം ഇതിനുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, തുടർന്നുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ 21 വർഷം ഗോത്ര മഹാസഭയ്ക്ക് ഇത്രമാത്രമാണോ ചെയ്യാൻ കഴിയുമായിരുന്നത്? കുറച്ചും കൂടിയൊക്കെ ആർജവത്തോടു കൂടി ഈ ഇടപെടലുകൾ സർക്കാരുകളുമായിട്ട് നിരന്തരം ചെയ്യാൻ പറ്റുമായിരുന്നില്ല? ഇടയ്ക്കൊന്ന് പിന്നോട്ട് പോയോ? ഇല്ല, പിന്നോട്ട് പോയില്ല. അതിൻ്റെ ഞാൻ പറഞ്ഞത്, ഈ ആളുകളെല്ലാം നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകൾ കൊണ്ട് അവർക്ക് എല്ലാ സമയത്തും ഫുൾ ടൈം ആയിട്ട് ഈ രംഗത്ത് നിൽക്കാൻ പറ്റില്ല. അത് നിൽക്കണമെന്ന് പറയാനുള്ള അവകാശവും എനിക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ ആദിവാസികൾ ആദ്യം ഒരു വെള്ള ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ പേൻറ്റും ഇട്ട് വരുന്ന ഒരാളെ കണ്ടാൽ ഓടി ഒളിക്കുമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആദിവാസികൾ വെടിയുണ്ട്, തോക്ക് ചൂണ്ടുമ്പോൾ വെക്കട വെടി എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലേ?
ആ മാറ്റം നമുക്ക് ആര് വിചാരിച്ചാലാണ് ചെയ്യാൻ പറ്റുക? അത് ഗോത്രമഹാസഭയിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം അത്. ഇപ്പോൾ ആദ്യ ആളുകൾ വരുമ്പോൾ പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പാൻറ്റും കോട്ടും ഇട്ട് വന്ന ആളുകളെ കാണുമ്പോൾ ആളുകൾ ഓടി ഒളിക്കും. അവിടെ വർത്താനം പറയാൻ പോലും പേസ് ചെയ്യാൻ പോലും നിൽക്കില്ല. ഇന്ന് കാക്കിയിട്ടിട്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് വന്ന വെക്കട വെടിയെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ആ ആർജവം ഉണ്ടാക്കിയെടുത്തത് ഗോത്രമഹാസഭയാണ്. അതുകൊണ്ട് ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ തട്ടിപ്പാണോ നല്ലതാണോ മോശമാണോ എന്ന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് കൊടുക്കാൻ നമ്മൾ 10,000 വർഷം ബോധവൽക്കരണ ക്ലാസ് നടത്തിയാൽ അത് പറ്റില്ല. ഈ ഓരോ ഇടപെടലിലൂടെയാണ് ആളുകളുടെ ഇടയിലേക്ക് ഈ മാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാനസികമായിട്ട് ആളുകളെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യത്തിൽ, ആളുകളെ ഇടപെടുത്തുന്ന കാര്യത്തിൽ ഗോത്രമഹാസഭ എപ്പോഴും 100% വിജയത്തിലാണ് നിൽക്കുന്നത്. ഈ മറ്റു കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ അത് ഗോത്രമഹാസഭയുടെ പ്രശ്നമല്ല, ഇവിടുത്തെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ സംവിധാനത്തിൻ്റെ കുഴപ്പം അത്, അല്ലാതെ ഈ ആളുകളുടെ കുഴപ്പമല്ല. ഒരു കരാറും വ്യവസ്ഥ ഉണ്ടാക്കിയാൽ അത് പൂർണ്ണമായിട്ട് നടപ്പിലാകാതെ പരാജയപ്പെട്ടു പോകുന്ന ആദിവാസിയുടെ കുറ്റമല്ല അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ കൊള്ളരുതായ്മയുടെ കുറ്റമാണത്. അതിനെ അങ്ങനെ വേണം നമ്മൾ തിരിച്ചറിയാൻ. ഇപ്പോൾ ഞങ്ങൾക്ക്, എന്നെ സംബന്ധിച്ചോളം, ഞാൻ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം അധികാരം ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ അധികാരത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കതൊക്കെ അറിയാലോ. നമുക്കിപ്പോൾ സമരം ചെയ്യാനും കരാറുണ്ടാക്കാനും വ്യവസ്ഥ ഉണ്ടാക്കാനും മാത്രമേ പറ്റുള്ളൂ. അവിടെ നടപ്പിലാക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന അവരാ. അവിടെ ഞങ്ങളുടെ പ്രസൻസ് ഇല്ല. അത് ഉണ്ടാക്കാനാണ് ഞാനൊക്കെ ഇപ്പോൾ ഈ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയും കൂടെ പ്രസൻസ് ഉണ്ടായിട്ട് ഈ സംവിധാനത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ആദിവാസി സംരക്ഷണ സമിതി, CPI-യുടെ ആദിവാസി മഹാസഭ, കോൺഗ്രസിന്റെ ആദിവാസി കോൺഗ്രസ്, BJP-യുടെ വനവാസി സംഘം, ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആ ഒരു ആദിവാസി സമൂഹം മാറുന്നൊരു സാഹചര്യം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. 21 വർഷങ്ങൾക്ക് മുമ്പ് CK ജാനു ഈ ഇത്രയും ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു സംവിധാനം എന്തായാലും ആദിവാസി സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നില്ല. 21 വർഷത്തിനുള്ളിൽ ആ ഒരു മാറ്റവും കൂടി ഉണ്ട്. അതിനെ നമ്മൾ കാണാതെ പോകരുതല്ലോ. അതെ, ഞാൻ അതിനെ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരാൾ തന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോത്രമഹാസഭയുടെ വിജയത്തിൻ്റെ ഒരു പൊൻതൂവൽ അതായിരുന്നു. കാരണം ആദിവാസികളെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതിരുന്ന ആളുകൾ ജാതി സംഘടന ഉണ്ടാക്കിയിട്ടെങ്കിലും കൂടെ നിർത്തണം എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ ഈ ഗോത്രമഹാസഭ. ഇപ്പോൾ LDF പോലെയുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ശരിക്കും അതിൻ്റെ അപജയം എന്ന് ഞാൻ പറയും. ഈ സംവിധാനം ഉണ്ടാക്കിയത് ആ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ 2 സംവിധാനമേ ഉള്ളൂ, ഒന്ന് തൊഴിലാളി മുതലാളി, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ജാതി സംഘടന ഉണ്ടാക്കിയ ആളുകളെ കൂടെ നിർത്തണം എന്ന് പറയുമ്പോൾ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തിൻ്റെ ഭാഗമല്ലേ? അത് ഗോത്രമഹാസഭയുടെ ഒരു വിജയമല്ലേ? അതുകൊണ്ട് ആളുകളെ വിമർശിച്ചു. ഇപ്പോൾ CK ജാനുവിൻ്റെ ഒപ്പം ബാക്കിയുള്ള ആളുകളെ നിർത്താതെ എല്ലാം കുറേശ്ശെ അങ്ങോട്ടേക്ക് വീതം വെച്ചെടുക്കുന്ന പണി അവർ ചെയ്തു. പക്ഷേ അതുവരെ ഇവർ മനുഷ്യരായിട്ട് പരിഗണിക്കാതിരുന്ന ആളുകൾ ഇങ്ങനെയെങ്കിലും പരിഗണിച്ച് കൂടെ നിർത്തേണ്ട ഒരു ഗതികേടിലേക്ക് അവരുടെ പൊളിറ്റിക്സ് നിലപാട് പോയില്ലേ? അത് ഗോത്രമഹാസഭയുടെ ഒരു വിജയമല്ലേ ശരിക്കും അത്? ഇപ്പോൾ ഇന്ന് ജാതിയായിട്ട് പരിഗണിച്ചവർ നാളെ വേറെ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു സാധ്യത അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നില്ലേ? ഇപ്പം ഞാൻ കുടിൽക്കട്ടൽ സമരം ഭൂമിയിൽ കയറി നടത്തപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ഗവൺമെൻറ് പറഞ്ഞത്, വേണ്ടി വന്നാൽ ജാനു മോഡൽ സമരം ഞങ്ങൾ ഏറ്റെടുക്കുന്ന. നിങ്ങൾ അന്നത്തെ മീഡിയ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണ്ടി വന്നാൽ ജാനു മോഡൽ സമരം ഞങ്ങൾ ഏറ്റെടുക്കും. അത് അങ്ങനെ ജാനു മോഡൽ സമരം ഏറ്റെടുക്കുന്ന അവർ പറയുമ്പോഴും ഞങ്ങളെ ശിഥിലീകരിക്കാനാണെന്ന് എനിക്ക് അന്നേരം അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വിഹിതം വെച്ച് മാറ്റുമ്പോൾ ഇവരെ ഒറ്റയടിക്ക് അതിൻ്റെ കൂടെ പോകരുത്, നമ്മളുടെ കൂടെ വരണം എന്ന് പറയാനുള്ള ഭൗതിക സംവിധാനം എൻ്റെ കയ്യിൽ ഇല്ലാത്തടത്തോളം കാലം എനിക്കത് ധാർമ്മികമായിട്ട് പറയാൻ പറ്റില്ല. അത് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചിതറിപ്പോയൊരു ജനതയെ ഇനിയും ഒരുമിച്ച് ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കഴിയും, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ അങ്ങനെ ഒരു കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സമ്മതിക്കില്ല.
അതിൻ്റെ ഏക തടസ്സങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. കാരണം അവർക്ക് ബോട്ട് കുത്തികളും പോസ്റ്റർ ഒട്ടികളും ജാഥ തൊഴിലാളിയായിട്ട് കാലങ്ങളായിട്ട് ഈ ആളുകളെ വേണം. അത് വെച്ചിട്ടാണ് അവരുടെ നേട്ടങ്ങൾ മൊത്തം അവർ കൊയ്തെടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നേട്ടങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഇല്ലാതെ ആവുന്നതിൻ്റെ വേദന അവർക്കറിയാം. അതുകൊണ്ട് അവർ ആ വേദന സഹിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അതിലേക്ക് വിടില്ല. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് വേണം ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അതും എനിക്കറിയാം. ഈ ST വിഭാഗത്തിൽ 36 വിഭാഗത്തോളം ഉണ്ടല്ലോ. ഈ 36 വിഭാഗങ്ങളിലും അതിതീവ്രമായൊരു ജാതീയമായൊരു കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അവർ തനിയെ അവരുടെ ജാതീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അതുണ്ടാവണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അത് മാറരുത്. കാരണം അവരേത് ജാതി ശ്രേണിയിലാണോ വിശ്വസിച്ച് നിൽക്കുന്നത് അത് അവരുടെ അസ്തിത്വം, വ്യക്തിത്വം, അവരുടെ അവകാശമാണ്. അതിനെ നിഷേധിക്കാൻ നമ്മളാരാ? അതിലൊരു സവർണ അവർണ മനോഭാവം നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നതിൽ എത്രത്തോളം അല്ല, സവർണ അവർണ മനോഭാവം ചില ആളുകളുടെ ഇടയിൽ ഉണ്ടാവും. അത് അവരുടെ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് വരുന്നതാ. അതൊക്കെ നമുക്ക് തിരുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതങ്ങനെ വലിയ ആനക്കാര്യമൊന്നും അല്ല. അതൊക്കെ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് മാറുമ്പോൾ വോട്ടിലേക്ക് ഒക്കെ പ്രതിഫലിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിഫലിച്ചിട്ടുണ്ട് ഈ കാലം അത്രയായിട്ടും. അതിനൊക്കെ തിരുത്തി വരുന്ന ഒരു സമയമുണ്ട്. അതുണ്ടാവും. ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്ര വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് അവർ ആ നിലയിലേക്ക് എത്തിയത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായി പിറ്റേ ദിവസം ഇവർ അധികാരത്തിൽ വരുമെന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരം വ്യവസ്ഥിതിക്കകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കും ഉണ്ടാവും. അതിനെ മറികടന്നിട്ട് ശരിക്കും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടേ വരാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ കാലതാമസം എടുക്കും. ജാനു തന്നെ പലപ്പോഴും പറയാറുണ്ട് ആദിവാസി എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കിയെടുക്കണം. അത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് ആദിവാസി ജനത എന്ന് പറയുന്നത്. കേരളത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 3-4 ലക്ഷത്തോളം വോട്ടർമാർ മാത്രമേ അല്ലേ ആദിവാസി കേരളത്തിലുള്ളൂ. 3-3.5 ലക്ഷം കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലാണ്. ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ കണക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കുറയുവാണോ കൂടുവാണോ എന്ന് പോലും പറയാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് വലിയ തോതിലുള്ള താല്പര്യമൊന്നും എന്തായാലും കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആദിവാസി എന്നൊരു മതം എന്നുള്ളൊരു രീതി ജാനു മുന്നോട്ട് വെക്കുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെ ഒരു ആശയം എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണോ, അതോ അതിൻ്റെ അടിവേരിലെ തന്നെ മനസ്സിലാക്കി അതിന്റെ സ്വത്വം എന്ന രീതിയിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാനാണോ? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മൊത്തം പൊളിറ്റിക്സും കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് മൊത്തമായിട്ട് നമ്മൾ എടുത്താൽ നമുക്കത് വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടും. അതിനകത്ത് തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഈ കാൻഡിഡേറ്റിനെ നിർത്തുന്നത് അത് ഒറ്റ കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടെ ഏതൊക്കെ മതക്കാരാണ് നിൽക്കുന്നത് ആ മതത്തിലുള്ള ഒരാളെയാണ് നിൽക്കുന്നത്. അവിടെ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത്. പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല ഈ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നത്. തീർച്ചയായും ഇപ്പൊ ജാതി നോക്കിയിട്ടാണ്, ജാതീയമായിട്ടാണ് നിർത്തിയാണ്. അതില്ലാതെ പോയത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും. അതുകൊണ്ട് തന്നെ അവർ നാനാവിധത്തിൽ ശിഥിലീകരിച്ച് ചന്നം ഭിന്നമായിട്ടാണ് ശരിക്കും നിൽക്കുന്നത്. ഇവരെയൊക്കെ ഏകോപിച്ച് നിൽക്കാൻ അവർക്കൊരു മതം വേണം. അതെന്താ തെറ്റ്? ഇപ്പോൾ ഇപ്പം ഞാൻ അടിയ സമുദായത്തിലുള്ള ആദിവാസിയാണ്. അടിയ സമുദായത്തിലെ ആദിവാസി എൻ്റെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എല്ലാം എഴുതി കഴിഞ്ഞ് സമുദായ അടിയ എന്നും കൂടെ വെച്ചിട്ട് എൻ്റെ മതം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു എന്നാണ് വെക്കുന്നത്. ഞാൻ പോലും അറിയുന്നില്ല. എൻ്റെ മതം ഹിന്ദു എന്ന് എഴുതി അങ്ങ് ചേർക്കുക. അപ്പോൾ മതത്തിന് പോലും അലഞ്ഞു നടക്കുന്ന ആളുകളായിട്ടാണ് ഈ വിഭാഗത്തിനെ ശരിക്കും കണ്ടിരിക്കുന്നത്. അപ്പോൾ മതത്തിന് വേണ്ടി അവർ അലഞ്ഞു നടക്കരുത്. അവരുടേതായിട്ടുള്ള ഒരു മതം അവർക്ക് ഉണ്ടാവണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മതമുണ്ട്. ആദിവാസിക്ക് ഉണ്ടാവണത് ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ 36 വിഭാഗം എല്ലാവരുടെ സംസ്കാരം, ജീവിത രീതി, ഭക്ഷണ രീതി, ഭാഷ എല്ലാം വേറെയാണ്. അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. എല്ലാം വേറെ തന്നെയാണ്. പക്ഷേ ആദിവാസി എന്നുള്ളൊരു വാക്കിൽ എല്ലാവർക്കും ഏകോപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗോത്ര മഹാസഭയിൽ എല്ലാവരും വന്നത്. ഇപ്പോൾ ഗോത്ര മഹാസഭ എന്ന് പേര് പോലും ഇട്ടത് ഗോത്ര തനിമയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും.
ഗോത്ര സംസ്കാരത്തിൽ ജീവിക്കുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോത്ര കൂട്ടായ്മ എന്നുള്ളത് തന്നെയാണ് ഗോത്രമഹാസഭ എന്നുള്ള പേരിൻ്റെ അർത്ഥം പോലും. അപ്പോൾ ഈ ആദിവാസി എന്നുള്ള പേര് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 36 വിഭാഗവും തനിയെ ഇപ്പോൾ കുർച്ചൻ, കുറുമൻ, അടിയൻ, പണിയൻ, കരിമ്പാലൻ, മാവിലൻ, ഇങ്ങനെ ഉള്ളാടൻ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും ഓരോ വിഭാഗം ഉണ്ടെങ്കിലും ഇവരൊക്കെ അവസാനം ആദിവാസിയാണെന്ന് അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ആദിവാസി എന്നൊരു മതമാകുമ്പോൾ അത് നിലവിൽ ഇവർ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. കൂടാതെ ഇപ്പോൾ കേരളത്തിൽ ഈ 4.5 ലക്ഷം ആദിവാസികൾ ഈ മതത്തിൻ്റെ പേരിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ കൈമുത്താൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അധികം ആളുകളൊന്നും വേണ്ട. ഇപ്പോൾ ബിഷപ്പിൻ്റെയും മറ്റുള്ള ആളുകളുടെയൊക്കെ കൈയല്ലേ മുത്താൻ പോകുന്നുള്ളൂ. ഈ 4.5 ലക്ഷം ഒറ്റക്കെട്ടായി മതത്തിൻ്റെ പേരിൽ നിന്നാൽ ഇവർ ഞങ്ങളുടെ ആദിവാസികളുടെയും കൈമുത്താൻ വരും. അത് ഈ മതത്തിൻ്റെ ഒരു പവറാണത്. ആ പവർ ഇല്ലാതെ പോയത് ഈ ജനതയ്ക്കാണ്. അതുകൊണ്ട് ആ പവർ അവർക്ക് ഉണ്ടാവണം. പൊതുസമൂഹത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അത് ഞങ്ങളുടെയും കൂടി ആവണം. അങ്ങനെ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റുണ്ടെന്നല്ല, അങ്ങനെ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ പ്രാബല്യത്തിൽ വരുത്തണം. ഇപ്പോ എല്ലാ സംവിധാനവും ഒറ്റയടിക്ക് പ്രാബല്യത്തിൽ വന്നിട്ടല്ല. എത്രയോ ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലും സമരവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംഭവവും അംഗീകരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു തുടക്കം ഞങ്ങളും കുറിക്കുന്നു. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയാണോ ആന്റണിയാണോ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആന്റണി സർക്കാരാണ്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന കാര്യത്തിൽ ഒരു കരാറുകളൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നതെന്ന് അറിയാലോ. ആ കരാറുകളൊക്കെ ഇപ്പോൾ എവിടെയാണ്, എവിടം വരെ എത്തി, എത്രത്തോളം അത് ഇത്രയും വർഷത്തിനുള്ളിൽ അത് പ്രാബല്യത്തിലായി യഥാർത്ഥത്തിൽ? ഇല്ല, ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ സംവിധാനം ഇപ്പോൾ അത് 60കളിൽ ഉണ്ടാവുന്നതാണ് ഭൂപരിഷ്കരണം. അതിലൂടെ ഈ ആളുകളെ ഭൂരഹിതരായിട്ട് മാറ്റുകയാണ് ചെയ്തത് 60കളിൽ. ഈ ഭൂപരിഷ്കരണം ഉണ്ടായപ്പോഴാണ് ആദിവാസി ഭൂരഹിതരായത്. അതുവരെ ആദിവാസികൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. ഈ ആദ്യകാലങ്ങളിൽ ആദിവാസികൾക്ക് ഭൂമി പാരമ്പര്യമായിട്ട് ഇപ്പോൾ വയനാട് പോലുള്ള പ്രദേശമൊക്കെ ആദിവാസികളുടെ മാത്രമായിരുന്നു. അതുകൊണ്ട് അവിടെ മറ്റുള്ളവരാരും പുറത്തു പോകണമെന്നല്ല, അവരെല്ലാവരും അവിടെ തന്നെ ജീവിക്കണം. അവരുടേതായിട്ടുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട്. അത് വിട്ടു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കൂട്ടത്തിൽ ഈ ആളുകളെ കൂടി അതിനോടൊപ്പം പരിഗണിച്ചു പോകണമായിരുന്നു. അത് ചെയ്തില്ല. ഈ ആളുകളെ മാത്രം അകറ്റി നിർത്തി അയിത്തം കൽപ്പിച്ചു. അത് മാത്രമാണ് ഒരു പ്രശ്നം എന്നാണ്. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിലൂടെ വന്ന സംഭവം ഈ ആളുകളെ മൊത്തം ഭൂരഹിതരാക്കി മാറ്റിയെന്ന് ഞാൻ പറയുന്നത്. പാരമ്പര്യമായിട്ട് ഭൂമിയുടെ ഉടമകളായിരുന്ന ഈ ആളുകളെ അവർക്ക് പട്ടയം കൊടുത്താൽ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തത് കൊണ്ട് പട്ടയം കൊടുത്താൽ അവർ ഭൂമി മൊത്തം വിറ്റ് കളയുന്നു പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാതിരുന്നത്. ആ ഭൂപരിഷ്കരണം നടക്കുന്നതിന് മുമ്പ് തൊട്ട് പട്ടയ പ്രക്രിയ നിലവിൽ വന്നപ്പോൾ സംഭവിക്കുന്ന സാധനം അതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതിരുന്നപ്പോൾ ഭൂപരിഷ്കരണം വന്നപ്പോൾ പട്ടയമില്ലാത്ത ഭൂമിയൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള ആശയമായിരുന്നു ഭൂപരിഷ്കരണത്തിൽ വെച്ചത്. അപ്പോൾ ആദിവാസിക്ക് പട്ടയം കൊടുക്കാത്തതുകൊണ്ട് അവരുടെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്തു. അങ്ങനെ ആദിവാസികൾ മൊത്തം ഭൂരഹിതരായി. ഈ ഭൂപരിഷ്കരണമാണ് ആദിവാസികളെ ഭൂരഹിതരാക്കുന്നത്. അങ്ങനെ ഭൂരഹിതരാക്കിയിട്ട് അവസാനം കുടിയടപ്പ് അവകാശമാണ് ഇവർക്ക് കൊടുക്കുന്നത്. 5 സെന്റ് 4 സെന്റ് 2 സെന്റ് എന്നുള്ളത് അത് അവരുടെ ഒരു ഔദാര്യത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ആ സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഭൂപരിഷ്കരണമാണ് ഇവിടുത്തെ ഭൂരഹിത മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചത് ആ സമയത്ത്. ഇപ്പോൾ ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ സംവിധാനം ഭൂപരിഷ്കരണത്തിനകത്ത് വരണമല്ലോ, കേരളത്തിൻ്റെ മുഴുവൻ ഭൂമി. പക്ഷെ പലതും വന്നില്ല. പള്ളിയുടെ ഭൂമി വന്നില്ല, അമ്പലത്തിൻ്റെ ഭൂമി വന്നില്ല, ട്രസ്റ്റിൻ്റെ ഭൂമി വന്നില്ല, എസ്റ്റേറ്റ് ഭൂമി വന്നില്ല. അപ്പോൾ ഇത് കേരളത്തിലല്ലേ ഉള്ളത്? ഈ പള്ളി കേരളത്തിലല്ലേ, അമ്പലം കേരളത്തിലല്ലേ, ട്രസ്റ്റ് കേരളത്തിലല്ലേ, എസ്റ്റേറ്റ് കേരളത്തിലല്ലേ? എന്തുകൊണ്ട് ഭൂപരിഷ്കരണത്തിനകത്ത് ഇത് വരാതെ പോയി? അത് തന്നെ വലിയ ഒരു കാപട്യത്തിൻ്റെ ഭാഗമല്ലേ? അതായത് ഭൂപരിഷ്കരണം നടത്തിയ സമയത്തുണ്ടായിരുന്ന ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ് ആയിരുന്നില്ല, അവരൊരു ബിനാമി ഗവൺമെൻറ് ആയിരുന്നു. ഈ പറഞ്ഞ ആളുകളുടെ ബിനാമി. അതുകൊണ്ട് അവരുടെ ഭൂമി ഇതിനകത്ത് പെടുത്തിയില്ല. കേരളത്തിന് പുറത്താണെങ്കിൽ ഓക്കെ, അവരൊക്കെ കേരളത്തിന് പുറത്ത്, അപ്പോൾ ഇതിനകത്ത് പെടുത്താൻ പറ്റില്ല. കേരളത്തിൻ്റെ അകത്ത് ഇതെങ്ങനെ സംഭവിച്ചു?
അതിനുശേഷമാണല്ലോ ഈ പിന്നെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഭൂസമരം നടക്കുകയും ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും 5 ഏക്കർ ഭൂമി നൽകാൻ 5 മുതൽ 1 ഏക്കർ വരെയുള്ള ഭൂമി നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആറളം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് ഭൂമി നൽകുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ എത്രമാത്രം ആളുകൾക്ക് അത് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? കേരളത്തില് മുഴുവനും ഭൂരഹിതരായിട്ടുള്ള ആളുകളൊന്നും പരിഗണിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെയും പറ്റിയിട്ടില്ല. അത് പറ്റാത്തത് ഗോത്രസഭയുടെ കുറ്റവുമല്ല. ഗോത്രസഭ അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തി ഇതൊക്കെ ചെയ്യേണ്ടത് ഭരണതലത്തിലാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെ തീരുമാനം എടുക്കുന്നിടത്ത് അവർ എടുത്തില്ല, അതുകൊണ്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് സമരം ചെയ്യുമ്പോഴും ആ സമയത്ത് ഒരു കരാറുണ്ടാവുക, അതിൻ്റെ തീവ്രത നിലനിൽക്കുക, അത് കഴിയുമ്പോൾ മൊത്തം ഇതങ്ങ് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഇത് ഒരു തുടർക്കഥ പോലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സമരത്തിൽ തീവ്രമായി നിൽക്കുമ്പോൾ മാത്രം ചർച്ചയും പ്രശ്നവും വരിക, അതിനൊരു സംവിധാനം ഉണ്ടാവുക, അത് നിർത്തുന്ന സമയത്ത് ആ മുഴുവൻ സംവിധാനവും നിർത്തിക്കളയുക. ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ എന്നാൽ നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 10-35 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. അത് പല ഭൂമിയും വാസയോഗ്യമല്ലാത്തതും കുറേ സ്ഥലത്ത് വാസയോഗ്യമായതും. അത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. കാരണം ഈ നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകൾക്കാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു 3 വർഷത്തേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് ഇതിനോടൊപ്പം ചെയ്യണം. പുനരധിവാസ പാക്കേജ് എന്ന് പറയുന്നത് 1 ഏക്കർ 5 ഏക്കർ ഭൂമി എന്നുള്ള വ്യവസ്ഥ അത് ഞങ്ങളുടെ ഡിമാൻഡേ ആയിരുന്നില്ല. ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡിമാൻഡ് നടപ്പിലാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 75 ഭൂനിയമത്തിനകത്ത് 5 ഏക്കർ പറയുന്നുണ്ട്. വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിനകത്തുള്ള ഭൂനിയമത്തിൽ 5 ഏക്കർ പറയുന്നുണ്ട്. ആദിവാസി പ്രോജക്റ്റ് ഭൂമിയുടെ വ്യവസ്ഥയിൽ 5 ഏക്കർ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് നടപ്പിലാക്കി ഞങ്ങൾക്കൊന്ന് തന്നാൽ മതി എന്നാണ് നമ്മൾ അതിൻ്റെ പേരിൽ സമരം ചെയ്ത്. നമ്മൾ ഉണ്ടാക്കിയ വ്യവസ്ഥയെ അല്ലാതെ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് 3 വർഷത്തേക്കുള്ള ഒരു പുനരധിവാസം കൂടെ വെച്ചിരുന്നെങ്കിൽ വൈദ്യുതി, വഴി, വീട്, അവർക്ക് അതിനകത്ത് തൊഴിലെടുക്കാനുള്ള ഒരു ചെറിയ സപ്പോർട്ട് ഇതും കൂടെ ചെയ്തു കൊടുത്തായിരുന്നെങ്കിൽ എല്ലാ ആളുകളും ഈ ഭൂമിയിൽ നിന്നേനായിരുന്നു. അവർക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വം, വ്യക്തിത്വം, ഒരു നിലനിൽപ്പും അതോടുകൂടി ഉണ്ടായേനെ. അങ്ങനെ ഉണ്ടായാൽ നാളെ ജാഥയ്ക്ക് വരണമെന്ന് പറയുമ്പോൾ പറമ്പിൽ പണിയുണ്ടെങ്കിൽ ആ പണി എടുക്കാൻ പോവോ ജാഥയ്ക്ക് പോവോ? അപ്പോൾ ജാഥയ്ക്ക് പോക്ക് അയാൾ ഒഴിവാക്കും, ഈ പറമ്പിൽ പണിയെടുക്കാൻ നിൽക്കും. അപ്പോൾ ഇയാൾ പറമ്പിൽ പണിയെടുക്കാൻ ഇരിക്കണമെങ്കിൽ ഇതേപോലെയുള്ള പദ്ധതി ചെയ്താലേ പറ്റുള്ളൂ. കൊടുത്തെന്നുള്ള പേരും ഉണ്ടാക്കുക, അവസാനം അത് അവർക്ക് ഉപകരിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പബ്ലിക്കായിട്ട് ഇവർ എന്നെ മൈക്കേറ്റി പറയും ആദിവാസിക്ക് ഭൂമി കൊടുത്തിട്ട് എന്താ ഒരാളോട് താമസിക്കുന്നില്ല. താമസിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണ്ടേ? കാരണം ഒരിക്കലും നോക്കുന്നേ ഇല്ല. ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകൾക്കൊന്നും ഭൂമി കൊടുത്തിട്ടില്ല. അതിനുള്ള ഗഡ്സ് കേരളത്തിലുള്ള UDF LDF ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ശരിക്കും. ഇപ്പോൾ ആദിവാസി പ്രോജക്റ്റുകൾ തന്നെ പല സ്ഥലത്തുണ്ട്. അട്ടപ്പാടിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലാണ്. ജനാധിപത്യവും സോഷ്യലിസവും സാക്ഷരതയുടെ 100% വിജയമൊക്കെ നിൽക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുഴലൂതുന്നത് ഇവിടുത്തെ UDF LDF തന്നെ. ഭൂമി അനധികൃതമായിട്ട് ഓരോരുത്തർ കയ്യേറുമ്പോൾ പട്ടയം കൊടുക്കുന്നത് ആരായി ഇവർക്ക്? അങ്ങനെ വരുമ്പോൾ ആദിവാസികൾക്ക് ഇപ്പം നൽകുന്നത് കൈവശാവകാശ രേഖ മാത്രമല്ല. കൈവശാവകാശ രേഖ ആദിവാസികൾ അവിടെ 2ാം തര പൗരനായിട്ട് അജണ്ട തന്നെ ഗവൺമെന്റിന്റെ ഉണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തും കൈവശ രേഖ കൊടുക്കുമ്പോഴും അവിടെ പറയുന്നത് പട്ടയമേളയാണ്. 50 ആദിവാസിക്ക് പട്ടയമേള, ആദിവാസി അല്ലാത്തവർക്ക് 50 പേർക്ക് അവിടെ പട്ടയമേള. എന്നിട്ട് അവിടെ പട്ടയത്തിന് പോകുന്ന സമയത്ത് ആദിവാസിക്ക് കൈവശ രേഖ, 50 മറ്റുള്ള ആളുകൾക്ക് ഒറിജിനൽ പട്ടയം. ഒരു 2ാം തര പൗരനെ എക്കാലത്തും സൃഷ്ടിക്കുന്നത് ഭരണാധികാരികൾ തന്നെയാണ്. അവിടെ പട്ടയം കൊടുക്കുമ്പോൾ എല്ലാവർക്കും പട്ടയം, ആദിവാസിക്ക് പട്ടയം മേള എന്ന് പറഞ്ഞിട്ട് കൈവശ രേഖ കൊടുത്തിട്ട് ആദിവാസികളെ ഒരുപടി കൂടി വഞ്ചിച്ചില്ലേ, കബളിപ്പിച്ചില്ലേ? അതല്ല അവിടെ ചെയ്യുന്നത്. ഈ അനീതിയൊക്കെ പെട്ടെന്നൊന്നും കേരളത്തിൽ നിന്ന് മാറില്ല. ഇതിങ്ങനെ അവരുടെയൊക്കെ രക്തത്തിൽ അഡിക്റ്റായി അലിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ്. അത് മാറണമെങ്കിൽ ഒരുപാട് ഇടപെടലുകളും പ്രയത്നവും സമരവും ഒക്കെ ഉണ്ടാവണം. നമ്മളൊക്കെ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ചെയ്തു വരുന്നത് മാത്രമേ ഉള്ളൂ. സമരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 1989 CK ജാനു എന്ന പൊതുപ്രവർത്തക സമരത്തിലേക്ക് ആദ്യ സമരം തുടങ്ങുന്നത് അല്ലെ? 1989 എങ്ങനെയായിരുന്നു ആ സമരത്തിന്റെ ഒരു ഓർമ്മയൊക്കെ? ആ സമരത്തിന്റെ ഓർമ്മ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുണ്ടായത്. എത്ര വയസ്സുണ്ടെന്ന്?
ആദ്യത്തെ സമരം നടത്തുന്ന സമയത്ത്? ആദ്യത്തെ ഞാൻ ശരിക്കും ജനിക്കുന്നത് 70-ലാണ്. 1970 ജൂലൈ 14-നാണ് ശരിക്കും ഞാൻ ജനിക്കുന്നത്. ആ സമയത്ത് എനിക്ക് വലിയ വയസ്സൊന്നുമില്ല. പക്ഷേ ചെറിയ പ്രായം തൊട്ടേ അനീതിക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് എനിക്ക് അതെങ്ങനെ ഉണ്ടായെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അനീതി കണ്ടാൽ ഞാൻ എത്ര വലിയവരായാലും പ്രതികരിക്കുമായിരുന്നു. ആര് സപ്പോർട്ട് ചെയ്യും, ആര് കൂടെ നിൽക്കും, അതൊന്നും ഞാൻ ആലോചിക്കാറേയില്ല. പ്രതികരിക്കുക എന്നുള്ളത് അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത സെക്ഷൻ നോക്കിയാൽ മതി. എത്ര പേരുണ്ടാവും, ആരൊക്കെ കൂടെ നിൽക്കുമോ എന്നൊക്കെ പിന്നെ നോക്കിയാൽ മതി. അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയായിരുന്നു ഞാനത് കണ്ടിരുന്നത്. ഞാൻ ഈ 89 അവിടെ പോയ സമയത്ത് ഞാനൊരു കോളനിയിലാണ് പോയത്. ഏറ്റവും ഞങ്ങളുടെ സമുദായമല്ല, ഞാൻ അടിയ സമുദായം, പണിയ സമുദായത്തിലുള്ള ഒരു കോളനിയിൽ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ 3 ചെറിയ കുടിലേ ഉള്ളൂ. 3 ചെറിയ കുടിലിനകത്ത് 26 കുടുംബം, 26 കുടുംബം. എനിക്ക് തന്നെ അതിശയം തോന്നി. എന്നിട്ട് അവിടെ പോയിട്ട് രാത്രി എല്ലാവരും പണിക്ക് പോകുമല്ലോ. 89 കാലഘട്ടങ്ങളിലൊക്കെ വയനാട് പോലെയുള്ള പ്രദേശത്ത് തണുപ്പും പെരുമഴയൊക്കെ പെയ്യുന്ന സമയം, ഒരു കർക്കിടക മാസ സമയത്താണ് ഞാൻ പോയത്. അവിടെ പോയിട്ട് ഞാൻ അവരുടെ കൂടെ രാത്രി താമസിച്ചു. അവരുടെ കൂടെ തന്നെ അവിടെ താമസിച്ചു. അവരുണ്ടാക്കിയ ഭക്ഷണം തന്നു, ഞാനും കഴിച്ചു. അവസാനം ഇതെല്ലാം കഴിച്ച് ഞങ്ങളുടെ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണമല്ലോ. കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ സ്ഥലമില്ല. അവിടുത്തെ പ്രായമുള്ള ആളുകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഉറക്കം വന്നിങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട് എൻ്റെ കൂടെ, തങ്ക, പാർവതി, ഞങ്ങൾ 3 ആളാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 3 ആളും തീരുമാനിച്ചു നമ്മൾ ഉറങ്ങണ്ടെന്നല്ല, കിടക്കണ്ടെന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് കിടക്കാൻ അവിടെ സ്ഥലമില്ല. അപ്പം ഞങ്ങൾ 3 ആൾ അടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുന്തം കാലിലിരിക്കുന്ന പോലെ ഇരുന്നു. അപ്പോൾ കാല് നീട്ടിയാൽ അവിടുത്തെ ആ അമ്മൂമ്മയുടെ അപ്പൂപ്പേൻ്റെ ഒക്കെ ദേഹത്ത് കൊള്ളും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുത്തിയിരുന്ന് നേരം വെളുത്തിട്ട് ഞങ്ങൾ ഇരുന്നുറങ്ങി. നേരം വെളുത്ത് അത് നല്ല കർക്കിടക മാസ സമയത്ത്, നല്ല തണുപ്പുള്ള സമയം. ഇരുന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കാലിങ്ങനെ നിവൃത്താനാവുന്നില്ല. ഞാൻ കുറച്ച് സമയം അവിടുത്തെ അമ്മൂമ്മയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാല് നൂർത്തുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. അപ്പോൾ കുറച്ച് സമയം തിരുമ്മിയിട്ടാണ് കാല് നൂർത്തിയത്. അപ്പോൾ എനിക്കുണ്ടായ എൻ്റെ തലയിൽ എന്തോ വെള്ളിടി ഉണ്ടായ പോലുള്ള ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. ഞാൻ ഒരു ദിവസം നിന്നപ്പോൾ ഇത്ര വേദന ഞാൻ രാവിലെ അനുഭവിച്ചെങ്കിൽ ഇവിടെയുള്ള ആളുകൾ വർഷങ്ങളായിട്ട് അനുഭവിച്ച വേദനയുടെ വ്യാപ്തി സങ്കല്പിക്കാനേ നമുക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം അവിടെ നിന്നാണ് ശരിക്കും ഈ ഭൂമിയിൽ കുടിൽ കെട്ടാനുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതാര് പറഞ്ഞാലും കെട്ടുമായിരുന്നു, കുടിൽ എതിർത്താലും കെട്ടുമായിരുന്നു. അങ്ങനെയാണ് 89 ആദ്യത്തെ കുടിൽക്കെട്ടലിലേക്ക് വന്നത്. അതിനുശേഷം 1996 പിന്നെ CK ജാനുവിനെ കേരളം കാണുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് വയനാട്ടിൽ നിന്ന് ഒരു സംഘം സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ മരിച്ച ആളുകളെ അടക്കം ചെയ്യാനുള്ള സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു സമരം. പിന്നീട് കേരളം കാണാത്തൊരു സമരം, അതുവരെ കേരളം കാണാത്തൊരു സമരമായിരുന്നു പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമരം CK ജാനു എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ നിർണായകമായ ഒരു സമരം തന്നെയാണ് അല്ലേ? 26 വയസ്സിൽ തുടങ്ങിയ ആ ഒരു പോരാട്ടം എങ്ങനെയാണ് ആ സമരങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നത്? ആ സമരത്തിലൊക്കെ പങ്കെടുത്തവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? എങ്ങനെയാ അവരൊക്കെ പ്രവർത്തന രംഗത്തുണ്ടോ? കുറച്ചാളുകളൊക്കെ മരിച്ചുപോയി, കുറെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഉള്ള ആളുകളെല്ലാം പ്രവർത്തനത്തിൽ വരും. പക്ഷെ അവരെ ഫുൾ ടൈം ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ കുടുംബം എല്ലാവരും. ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു കുടുംബം ആകാത്തത് കൊണ്ട് ഏത് സമയവും എനിക്ക് എവിടെയും വരാം, എന്ത് കാര്യത്തിൽ ഇടപെടാം. അവർ കുടുംബങ്ങളും കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതിയിൽ കിട്ടുന്ന സമയത്ത് അവർ വരാറുണ്ട്. അതൊരു വലിയ സപ്പോർട്ടായിട്ട് ഞാനൊക്കെ കാണുന്നുണ്ട്. 1 മണിക്കൂറാണ് അവർക്ക് വരാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിനങ്ങനെ 1 മണിക്കൂറൊന്നും കുറച്ചൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവരുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വരാൻ അവരെടുക്കുന്ന എഫേർട്ട് ചെറുതല്ല, അത് ഭയങ്കര വലുതാണ്. അതിൻ്റെ ആ വ്യാപ്തി, അതിൻ്റെ ആ വിലയോടുകൂടി തന്നെ അതിനെ കാണുന്നത് ഓരോ സംഭവത്തും. അപ്പോൾ ഓരോ സംഭവം നടക്കുമ്പോഴും ഞാൻ എന്നെ തന്നെയാണ് ഓരോ സംഭവത്തിനനുസരിച്ച് എന്നെ തന്നെയാണ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
എനിക്ക് ആ സമരത്തിൽ ഓർമ്മയുള്ളൊരു, ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമരമാണത്. അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ തങ്കം എന്ന് പറയുന്ന സ്ത്രീ മറുപടി പറയുന്നത്, 5 സെന്റ് സ്ഥലം തന്നാൽ എങ്ങനെയാണ് സാറേ 275 കുടുംബങ്ങളെ മറവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു മാധ്യമപ്രവർത്തകനോടാണെന്ന് തോന്നുന്നു ആ ചോദ്യമുള്ളത്. അത് കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടായിരുന്നു അന്ന് ആ ചോദ്യം ആ സ്ത്രീ ചോദിച്ചിരുന്നത്. അപ്പൊ ഇപ്പോഴും ആ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിനെക്കാട്ടും വളരെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പോയിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്തും മരിച്ചാൽ അടക്കം ചെയ്യാൻ നിവൃത്തിയില്ല. ഭയങ്കര ദുരിതമായിട്ടുള്ള ജീവിതം നടന്നുകൊണ്ട് നമ്മൾ ഇത്രയും സമരം ചെയ്തിട്ട് കുറച്ചുപേരെങ്കിലും നമുക്ക് ഭൂമിയിലൊന്നും നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് പൂർണ്ണമായിട്ട് നിർത്താനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അത്തരം ഒരു മനോഭാവവും സാഹചര്യവും ഉള്ള ഒരു സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നമ്മളെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള വലിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ സമരമുഖത്ത് നിന്ന് CK ജാനു എന്ന ഒരു സ്ത്രീ ഇങ്ങനെ പെട്ടെന്ന് കേരളത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റത്തിൽ CPM എന്നൊരു ഒരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും CK ജാനുവിൻ്റെ ഒരു വളർച്ചയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് ഒരു അനുകൂല ഘടകമായി എന്നൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെയുള്ള പല ആളുകളും പറയാറുണ്ട്. അതായത് CPM എന്നൊരു സംഘടനയാണ് ജാനുവിനെ വളർത്തിക്കൊണ്ടുവന്നത്, അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ജാനുവിനെ വളർത്തിക്കൊണ്ടുവന്നത്, അല്ല ജാനു ഒറ്റയ്ക്ക് നേടിയതല്ല എന്നുള്ളൊരു പല ആളുകളുടെയും സംസാരങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനോട് എന്താണ് അഭിപ്രായമൊക്കെ? ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്നെ ഇപ്പോഴും ആക്രമിക്കുന്നത് CPM പോലെയുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവര് വളർത്തുകയല്ല നമ്മളെ ചെയ്യുക, കൊല്ലുകയാണ് ചെയ്യുന്ന നിലപാടിലേക്കാണ് ശരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രസ്ഥാനത്തിൽ ഞാനൊക്കെ ഈ ആളുകളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ 87-ൽ രാജിവെക്കേണ്ടി വന്നത്. പാർട്ടി മെമ്പർ, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ. 87-ൽ ഞാൻ രാജിവെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ആ പ്രസ്ഥാനമായിട്ട് കൂടിയിട്ടില്ല. ഇപ്പോൾ അവർ വളർത്തുവാണെങ്കിൽ എനിക്കത് രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ട ആളല്ലേ ഞാൻ. എന്നിട്ട് അവരുടെ അവഗണനയുടെ ഭാഗമായിട്ടാണ് CK ജാനു പോലും ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ അവഗണനയുടെ ഭാഗം ഇപ്പോൾ ഇവരായിരുന്നു ശരിക്കും ഈ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. കാരണം 1930കളിൽ ഈ പ്രസ്ഥാനങ്ങൾ ദുരിതം അനുഭവിച്ച സമയത്ത് ഈ ആളുകളായിരുന്നു ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തത്, നിർത്തിയിരുന്നത്, സംരക്ഷിച്ചിരുന്നതൊക്കെ ഇവരായിരുന്നു ശരിക്കും. എന്നിട്ട് അതിനൊക്കെ അവർ ഇവരുടെ ഒരു അധികാര അധിനിവേശത്തിലേക്ക് കടക്കുന്നതിന് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രം ഇവരെ സ്വീകരിച്ചെന്നുള്ള നിലയിലേക്കാണ് അവർ വന്നത്. അല്ലാതെ ഈ ആളുകളെ പരിഗണിക്കുന്ന ഒരു സംഭവം ആദ്യം തൊട്ടേ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനൊക്കെ എല്ലാ മീറ്റിങ്ങിലും സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേര് ജാനു എന്ന് പോലും വിളിക്കാറില്ല, വിമർശനം എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. വിമർശനം എന്താ ഇന്ന് വന്നില്ല എന്നാ ചോദിക്കുക. അങ്ങനെയായിരുന്നു ശരിക്കും എന്നെ വിളിച്ചിരുന്നത് പോലും. എന്റെ തരത്തിലൊരു വളരാനുള്ള ഒരു ഊർജ്ജമാണല്ലോ നമ്മളെ. അതെ അതെ അതെ. അങ്ങനെ അതിനോട് വന്നിട്ടുള്ള നമ്മളെ അകറ്റി നിർത്തലിലും അയിത്തം കൽപ്പിക്കലിലും വന്നിട്ടുള്ള ഒരു അമർഷം ഉണ്ടല്ലോ. ഈ അമർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനൊക്കെ കേരളത്തിൽ ഉണ്ടായത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നല്ലോ. കാനം രാജേന്ദ്രനെ പോലെയുള്ള ആളുകളോട് സംസാരം. അത് മുന്നണി എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ ഒരു പാർട്ടിയുടെ കൂടെയും പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയും മാറ്റം വരില്ല. മുന്നണി എന്നുള്ള നിലയിൽ മുന്നണിയുടെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മളെ പരിഗണിക്കുന്ന ഒരു സംവിധാനത്തിനൊപ്പം നമ്മൾ നിൽക്കും. അത് നിൽക്കണം. അത് എൻ്റെ പൊളിറ്റിക്കൽ നിലപാടാണ് ശരിക്കും. അങ്ങനെ ഈ ആളുകളെ അത്തരം ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാക്കി അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശ്രമമൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഴ്സ് കിട്ടുമ്പോൾ ഞാനത് സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളിൽ നിന്ന് എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാവുന്നില്ലല്ലോ. അതിൻ്റെ ഭാഗമാവുന്ന ആളല്ലേ ആവുന്നത്. അതുകൊണ്ട് ആ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട് 21 വർഷമാകുന്നു അല്ലേ? 20 വർഷം, 21 വർഷം, 21ാമത്തെ വർഷം. ഈ 21 വർഷത്തിനിടയിൽ മുത്തങ്ങ സമരത്തിന് പങ്കെടുത്തവർക്ക് അല്ലെങ്കിൽ അതിന് സമരം ചെയ്തവർക്ക് എന്താണ് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്? നമുക്ക് വ്യക്തിജീവിതം എന്നുള്ള നിലയിൽ അവർക്കൊന്നും നേടിക്കൊടുക്കാൻ പറ്റിയില്ല എന്ന് തന്നെ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് കുറച്ച് പേർക്കൊക്കെ ഭൂമി കിട്ടി, കാര്യങ്ങൾ അതാക്കി. അല്ലാത്ത രീതിയിലൊന്നും നമുക്കൊന്നും നേടിക്കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യവും
ശരിക്കും നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു, ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരസ്പരം ഉള്ള സ്നേഹവും അത്തരം സംവിധാനമൊക്കെ നമുക്ക് കൂടുതൽ ഊർജതയോടുകൂടി ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അതൊന്നും അല്ലല്ലോ ഇവിടെ വേണ്ടത്. പ്രായോഗികമായിട്ടുള്ള ഇടപെടലും ഭൗതികമായിട്ടുള്ള സംവിധാനം വേണം. അതിലൂടെ ആളുകളെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും സമരം ചെയ്തിട്ട് ഇത്രയധികം ആളുകൾക്ക് ഭൂമി കിട്ടിയാലും ഒന്നും നേടിയിട്ടില്ല എന്ന് അങ്ങനെ സ്വയം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അത്രയും ചെയ്തത് ലോകത്തിൽ ഏറ്റവും വലിയ സംവിധാനമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ പ്രകൃതിയിൽ പിറവിയെടുക്കുമ്പോൾ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ജന്മനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കുന്നു. അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷേ അതിനുള്ള ശ്രമം നടത്തുന്നതിൽ ഞാൻ പുറകോട്ട് പോവില്ല. അത് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും. എന്ത് എനിക്കെതിരെയുള്ള പ്രശ്നം വന്നാലും അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. കേരളത്തിൽ ആ കാലഘട്ടത്തിൽ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ പീഡനങ്ങൾ വാങ്ങേണ്ടി വന്നൊരു സ്ത്രീയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അനുഭവമൊക്കെ എങ്ങനെ തോന്നുന്നു? ആ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മ തന്നെ ആയിരിക്കുമല്ലോ ആ സമയങ്ങളിൽ. എങ്ങനെയാണ് അത്രയും വലിയ ശാരീരിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നത്, മാനസിക പീഡനം മാത്രമല്ലല്ലോ അതിനകത്തുണ്ടായി. ഇല്ല, ശാരീരിക പീഡനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഏക്കാത്ത രീതിയിലുള്ള പീഡനമൊക്കെയാണ് ഏറ്റിട്ടുള്ളത്. എൻ്റെ ശരീരം പോലും ഒരു 3 മാസത്തേക്ക് നീര് വെച്ചിട്ട് നീരിറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ശരീരം എല്ലാ സ്ഥലങ്ങളിലും രക്തം കല്ലിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരു വേദനയായിട്ടേ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ സംഭവം അത് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു വേദനയായിട്ട് അനുഭവപ്പെടാതിരുന്നതിൻ്റെ കാരണം, അന്ന് അവിടെ ആ സമരത്തിനകത്തുണ്ടായിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം പോലീസ് വളരെ ഭീകരമായിട്ട് മർദ്ദിച്ച്, ചെറിയ കുഞ്ഞിനെ അടക്കം, അത്തരം കുഞ്ഞിനെ അടക്കം മർദ്ദിച്ച് ആ ലാത്തി കൊണ്ടടിച്ച് കുഞ്ഞിൻ്റെ തലയൊക്കെ പൊട്ടി രക്തം ഇങ്ങനെ വല്ലാതെ ഒഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ആ കുഞ്ഞനുഭവിച്ച വേദനയുടെ 4 അംശം ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ വേദനയെ ശരിക്കും ലഘൂകരിച്ചത്. എൻ്റെ വേദനയാണ് ഭീകരമായിട്ട് ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഞാനാണ് അനുഭവിച്ചത് എന്നുള്ള ആ തീസസിൽ നിന്ന് ഞാൻ മറികടക്കുന്നത് ഈ കുഞ്ഞനുഭവിച്ച വേദനയുടെ 4 അംശം ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ വേദനയും ഒരു വേദനയല്ല. അങ്ങനെയാണ് ഞാൻ അത്തരം സംഭവത്തിനൊക്കെ ശരിക്കും മറികടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ഇത്തരം ഈ സംഭവത്തിലേക്ക് വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്കുണ്ടാവുന്നത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനോടൊപ്പം നമ്മുടെ നാനാവശങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നവും കൂടി നമ്മൾ കാണുമ്പോഴാണ് നമ്മുടേതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വീണ്ടും ഇത്തരം സംഭവങ്ങളിലേക്ക് വരാനുള്ള ഊർജവും ശക്തിയും ചിന്തകളും ഒക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴുമാണ്. അപ്പോൾ എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ചെയ്യണം, അതെൻ്റെ ഒരു കടമയെ, എൻ്റെ ഉത്തരവാദിത്തം. അതിനുവേണ്ടി അടി കൊള്ളേണ്ടി വന്നാൽ ഞാൻ കൊള്ളണം, വെടി കൊള്ളേണ്ടി വന്നാൽ ഞാൻ കൊള്ളണം. അത് എൻ്റെ ഒരു കടമ ഉത്തരവാദിത്വമാണ്. അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ CK ജാനുവിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആളുകൾ വിമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഡംബരമായ ജീവിതത്തിലേക്ക് CK ജാനു പോയി എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കുന്ന ആളുകളുമുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഈ ആളുകളോടുള്ള അവഗണനയുടെ ഭാഗമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ സാധാരണ മനുഷ്യന്മാർ ധരിക്കുന്നതിലപ്പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ഒരു സംഭവമില്ല. സാധാരണ എല്ലാവരും സാരി ഉടുക്കുന്നു, ഞാൻ സാരി ഉടുക്കുന്നു. സാധാരണ എല്ലാവരും ചുരിദാർ ഇടുന്നു, ഞാനും ഉണ്ട് ചുരിദാർ. എല്ലാവരും ജീൻസ് ഇടാറുണ്ട്, ഞാനും ജീൻസ് ഇട്ടു. എല്ലാവരും ചെയ്യുന്നതല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് ആദിവാസി സ്ത്രീയായ ഞാൻ ചെയ്യുമ്പോൾ അത് കുറ്റമാവുന്നത്, അത് ആഡംബരമാവുന്നത്? ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെ ആവാത്തത്? അത് തന്നെ ഒരു അടിമ അയിത്ത മനോഭാവത്തിൽ നിന്ന് വരുന്നതല്ലേ. പല വിഷയങ്ങളും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ളൊരു ആരോപണം കേൾക്കാറുണ്ടല്ലോ. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങനെ പണം വാങ്ങി ഒത്തുതീർപ്പാണെങ്കിൽ ഞാൻ കോടിപതിയായേനെ. ഇപ്പോൾ ആകാനെ. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭത്തിനായിരുന്നെങ്കിൽ ഞാൻ ഈ 10-40 വർഷക്കാലമൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഒറ്റ വർഷം കൊണ്ട് എന്നെ എല്ലാവരും സമീപിച്ചിട്ടുണ്ട്. പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആധുനിക രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആഡംബരമായിട്ടുള്ള വണ്ടികൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊക്കെ സ്വീകരിച്ച പോരെ? ഞാനത് ചെയ്തില്ലല്ലോ. എൻ്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടി ഞാനിവിടെ വരാത്തത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. 10 ലക്ഷം രൂപ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ള ഒരു ആരോപണം ഉയർന്നല്ലോ. ഇത് അതെ. അതിനോടൊക്കെ അതെങ്ങനെയാണ് ആ വിവാദം ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ 10 ലക്ഷം രൂപ CK ജാനു വാങ്ങുന്നുവെന്ന് പ്രസീത ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. അതിനോടൊക്കെ എങ്ങനെയാണ് ഇപ്പം ജാനു? അല്ല, ഞാൻ പറയുന്നത് വിവാദങ്ങൾ എന്നെ ആദ്യം തൊട്ടേ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു, വിവാദങ്ങളുടെ ഘോഷയാത്രയിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വിവാദങ്ങൾ അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വിവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കെതിരെ വിവാദം വരും. ഇപ്പോൾ 10 ലക്ഷം രൂപ ഞാൻ കോഴ മേടിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ അത് കേസായിട്ടുണ്ട്. കോടതി തെളിയിക്കട്ടെ അത്തരം കാര്യങ്ങൾ. അതിൽ എനിക്ക് ഏത് കോടതിയിൽ കേസ് നടത്തിയാലും ഞാൻ അവിടെ പോകാം. അവർ ചോദിക്കുന്നതിന് മറുപടിയും ഞാൻ പറയാം. ഞാൻ അതിൽ ഒളിച്ചും പാത്തും നടക്കാനൊന്നും പോകുന്നില്ല. 10 ലക്ഷം രൂപയൊന്നും മേടിച്ചാൽ ഇവിടുത്തെ ആളുടെ ആരുടെയും പ്രശ്നം പരിഹരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഇത്തരം ആളുകൾക്ക് ഒരു പൗരത്വ അംഗീകാരമാണ് ശരിക്കും ഈ ആളുകൾക്ക് വേണ്ടത്. അത് ലക്ഷം രൂപയൊന്നും അല്ല ശരിക്കും വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും നടക്കുമ്പോൾ അത് പല ആളുകൾക്കും ദോഷകരമായിട്ട് വരും. അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് അത് തടസ്സമായിരിക്കും. അപ്പോൾ എനിക്കെതിരെയുള്ള വിവാദങ്ങൾ വരും. വിവാദങ്ങൾ വരട്ടെ. എനിക്ക് കേസും കൂട്ടമൊന്നും എനിക്ക് അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല. ഒരുപാട് കേസ് ഡെയിലി കോടതി കയറി ഇറങ്ങുന്ന പണിയാണ്. ഞാനിപ്പോൾ ഇന്നലെയും കൂടെ ഉച്ചവരെ കോടതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും കയറി ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ വിവാദം ഇനി ഉണ്ടാവും. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ അല്ലേ വന്നുള്ളൂ. ഇനി കോടികളുടെ വിവാദം വരും. അത് വരുമ്പോഴും ഈ കേരളത്തിലെ ആളുകൾ അതിനെ ഏറ്റുപിടിച്ച് പറയുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിൽ ഇത്തരം ആളുകൾ ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുന്നത്. ഇപ്പോൾ അന്ന് ഈ കോഴ മേടിച്ചു എന്ന് പറഞ്ഞു 2-3 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ പത്രസമ്മേളനം നടത്താൻ പ്രസ് ക്ലബിൽ കാശ് കൊടുത്താൽ എല്ലാ പത്രക്കാരും വരില്ല. കുറച്ച് പേരെയൊക്കെ വരികയുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് കോപ്പി മേടിച്ചിട്ടൊക്കെയാണ് അവർ വാർത്ത കൊടുക്കുക. പക്ഷെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുഴുവൻ വീഡിയോ എൻ്റെ വീട്ടിൽ കാവലായിരുന്നു. ശരിക്കും അവർ വന്ന് എല്ലാ ദിവസവും വാർത്ത എടുത്തു. ഞാൻ കറക്റ്റായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മറുപടി പറയുന്നതല്ല വരിക, വേറെ എന്തൊക്കെയാണ് ന്യൂസായിട്ട് വരുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കണ്ടുപിടിക്കട്ടെ കാര്യങ്ങൾ. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അതിൽ പേടിക്കുന്ന പ്രശ്നവുമില്ല. ഏത് കോടതിയിൽ കേസ് കൊടുത്താലും ഞാൻ പോവും, കോടതിയിൽ പോവും. ഒളിച്ചും പോവില്ല. ഈ കാര്യത്തിലൊന്നും തെളിയിക്കട്ടെ അത്തരം കാര്യങ്ങളൊക്കെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നമുക്ക് കാണാം. വിവാദങ്ങൾ ഇനിയുണ്ടാവും. വ്യക്തിപരമായിട്ടൊരു ചോദ്യം കൂടി. മകൾ ജാനകിയുടെ ഒരു വിശേഷങ്ങളൊക്കെ എവിടെയായി, എങ്ങനെയായി? കുറച്ച് വർഷം മുമ്പ് ജാനകിയെ കൊണ്ടുവരുമ്പോൾ കൊച്ചുകുട്ടിയായിട്ടല്ലേ കൊണ്ടുവരുന്നത്. ഇപ്പൊ എത്ര വലുതായി? ജാനകിനെ ശരിക്കും 3 വയസ്സിലാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പൊ എൻ്റെ മോക്ക് 11 വയസ്സുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ. മോളിപ്പോൾ തിരുവനന്തപുരത്ത് ജി കാർത്തികേയൻ റെസിഡൻസ് MRS CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. മിടുക്കിയായിട്ട് പഠിക്കുന്നു. അമ്മ എന്ന നിലയിൽ ഭയങ്കര ചാരിതാർത്ഥ്യം, ഭയങ്കര സന്തോഷമുള്ള. എന്തായാലും ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് അമ്മയാകാൻ പറ്റുമെന്ന് അത് എൻ്റെ ഒരു പുതിയ അനുഭവമാണ് ജീവിതത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും ഒരു പക്ക അമ്മ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നത് ജാനമ്മ എന്നാണ്. പ്രായമായിട്ടുള്ള അച്ഛനമ്മ പോലും വിളിക്കുന്നത് ജാനമ്മ വന്നതല്ലേ എന്ന് അങ്ങനെയാണ് പറയുന്നത്. എന്നെ എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്നത്. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അമ്മയായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെതെന്ന് പറയാനൊരു കുഞ്ഞുണ്ടായിട്ടില്ല. എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷേ അത് ഒക്കെ ഓരോരുത്തരുടെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെതെന്ന് പറയാനൊരു കുഞ്ഞുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ മോക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ബാക്കിയൊക്കെ കാര്യത്തിന്. മകളെ കുറിച്ച് എന്താ ഒരു സ്വപ്നങ്ങളൊക്കെ? മോളെ കൊണ്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ എൻ്റെ സ്വപ്നത്തിനനുസരിച്ച് മോള് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടൽ ഞാൻ നടത്താം. സ്വതന്ത്രമായിട്ട് തീരുമാനിക്കേണ്ടത് അവളാണ്.
അവൾ ഇതൊക്കെ ഒരു കാലത്ത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവളുമായിട്ട് തുറന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റം കുഞ്ഞിലുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മയുടെ ഈ രാഷ്ട്രീയ ജീവിതങ്ങളൊക്കെ അറിയാമോ മോൾക്ക്? എല്ലാം എൻ്റെ മോക്കറിയാം. പല കാര്യങ്ങളിലും അവൾ എന്നെ അഡ്വാൻസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ എന്നോട് ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറയാറുണ്ട് മോള്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടുകാരിയാണ്, ഒരു മോളാണ്, ഒരു അമ്മയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇടപെടുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത് ഒക്കെ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മോക്ക് വേണ്ടി ഇപ്പോൾ കുറച്ച് സമയം എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് സമയങ്ങളൊക്കെ മാറ്റാറുണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് 10 മണിക്കൂർ എടുക്കുമ്പോൾ ഒരു 2 മണിക്കൂർ മോക്ക് വേണ്ടി എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു മെല്ലെപ്പോക്ക് ഈ സംവിധാനത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം, ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടോ? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. ഭാവിയിൽ അത് വന്നാലേ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ വരും. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന് ഭരണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നാലേ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ അതാര് തടഞ്ഞാലും വരും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.